നമസ്കാരം. വോയിസ് ഓഫ് കേരള ഈവനിംഗ് എഡിഷനിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ പ്രമിള ഗോവിന്ദ്. സ്വകാര്യ ചാനലിന്റെ ലോഞ്ച് ദിവസത്തിൽ അവർ പുറത്തുവിട്ട ഒരു ഓഡിയോ ക്ലിപ്പിംഗും അതിനെ തുടർന്ന് മന്ത്രി രാജിവെക്കേണ്ടുന്ന സാഹചര്യമുണ്ടായതുമൊക്കെ കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്ത കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത്. ഒരു ഭാഗത്ത് ഒളിക്യാമറ ഓപ്പറേഷൻ എന്ന സാങ്കേതിക വിദ്യയെക്കുറിച്ചും ഹണി ട്രാപ്പ് എന്ന പുതിയ മാധ്യമ പ്രവർത്തന രീതിയെക്കുറിച്ചുമൊക്കെ പുതിയ അറിവുകളാണ് മലയാളിക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു ഭാഗത്ത് ചർച്ച ചെയ്യുമ്പോൾ തന്നെ ഒളിക്യാമറ ഓപ്പറേഷനിലൂടെ ക്വിന്റ പുറത്തുകൊണ്ടുവന്ന ഒരു വാർത്തയും അതിനെ തുടർന്ന് ഒരു സൈനികൻ മരിക്കുന്ന സാഹചര്യമുണ്ടായതും നാം ഏറെ ചർച്ച ചെയ്തിരിക്കുന്നു. എവിടെയാണ് മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ അതിർവരമ്പുകൾ? എങ്ങനെയാണ് നാം അത് നിശ്ചയിക്കുക? മാധ്യമ സ്വാതന്ത്ര്യം സമൂഹത്തിന് ദ്രോഹമാകരുത് എന്ന വീണ്ടും വിചാരം ഇന്നെല്ലാ രംഗത്തും വീണ്ടും ഉണ്ടായിരിക്കുന്നു. ജേർണലിസം ഇൻസ്റ്റിറ്റ്യൂട്ടുകളും മീഡിയ എത്തിക്സിനെക്കുറിച്ച് ചിന്തിക്കുന്നവരും മാർഗനിർദ്ദേശ തത്വങ്ങൾ ഉൾപ്പെടെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ എവിടെയാണ് പ്രാവർത്തികമാകുന്നത് എന്നതാണ് സംശയം. പൊതു താൽപര്യം ഉയർത്തിപ്പിടിച്ച് മാധ്യമങ്ങളിൽ നടക്കുന്ന വിമർശനം സാധാരണ അപകീർത്തി നിയമത്തിന്റെ മാനദണ്ഡങ്ങൾ മാത്രം ഉപയോഗിച്ച് വിലയിരുത്തിക്കൂടാ എന്നാണ് ഇന്ന് നിയമലോകം വ്യക്തമാക്കുന്നത്. 1960 അമേരിക്കയിലൊരു പത്രപരസ്യത്തെ തുടർന്നുണ്ടായ അപകീർത്തി കേസ് വഴിത്തിരിവായിരുന്നു. കറുത്തവർഗക്കാരായ വിദ്യാർത്ഥികൾ മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ നേതൃത്വത്തിൽ പൌരാവകാശങ്ങൾക്ക് വേണ്ടിയെന്ന തെക്കൻ സംസ്ഥാനങ്ങളിൽ പ്രക്ഷോഭം നടത്തുന്നുണ്ടായിരുന്നു. അവർക്കെതിരെ പോലീസ് നടത്തുന്ന ക്രൂരമായ അടിച്ചമർത്തലുകൾ തുറന്നുകാട്ടുന്നതും വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് പിന്തുണ നൽകുന്നതുമായ 64 പൌരാവകാശ പ്രവർത്തകർ ഒപ്പുവെച്ച മുഴുവൻ പേജ് പരസ്യം ന്യൂയോർക്ക് ടൈംസിൽ പ്രസിദ്ധപ്പെടുത്തി. അതിൽ ചില വസ്തുതാപരമായ പിശകുകളുണ്ടായിരുന്നു. പരസ്യത്തിൽ പരാമർശിക്കപ്പെട്ട ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഈ തെറ്റുകൾ ആയുധമാക്കി. ന്യൂയോർക്ക് ടൈംസിനും കറുത്തവർഗക്കാരായ 4 പുരോഹിതർക്കുമെതിരെ നഷ്ടപരിഹാരത്തിന് കേസ് കൊടുത്തു. പ്രാഥമിക കോടതി $5 ലക്ഷം നഷ്ടപരിഹാരം നൽകാൻ വിധിക്കുകയും ചെയ്തു. ഇതിനെതിരെ അപ്പീൽ കൊടുത്തപ്പോൾ 1964 പുറത്തുവന്ന വിധി ലോകമെങ്ങും പിന്നീട് അപകീർത്തി നിയമം സംബന്ധിച്ച് നടന്ന എല്ലാ ഗൌരവമുള്ള ചർച്ചകളിലും ഉദ്ധരിക്കപ്പെടുന്ന തരത്തിൽ അതിപ്രധാനമായിരുന്നു. ഭരണഘടന ഉറപ്പു നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും മാധ്യമ സ്വാതന്ത്ര്യത്തെയും പരിമിതപ്പെടുത്തുന്നതാണ് കേസിൽ കീഴ്ക്കോടതിയിലുണ്ടായ വിധിയെന്ന് സുപ്രീംകോടതി അഭിപ്രായപ്പെട്ടു. ഏതൊരു പൊതുചർച്ചയിലും കുറെയെല്ലാം അസംബന്ധങ്ങൾ പുറത്തുവരുമെന്നും അഭിപ്രായ സ്വാതന്ത്ര്യവും മാധ്യമ സ്വാതന്ത്ര്യവും നിലനിൽക്കണമെങ്കിൽ അവ കുറെയെല്ലാം അനുവദിക്കപ്പെടേണ്ടതുണ്ട് എന്നുമായിരുന്നു കോടതിയുടെ നിരീക്ഷണം. പക്ഷേ സുപ്രധാനമായ ചോദ്യം ന്യൂസ് കവറേജിന്റെ മാനദണ്ഡങ്ങൾ ആരാണ് നിർണ്ണയിക്കുന്നത് എന്നതാണ്. മഹാത്മാഗാന്ധി വെടിയേറ്റ് മരിച്ചപ്പോൾ നൽകിയ തലക്കെട്ടിനേക്കാൾ വലിയ തലക്കെട്ട് വീരപ്പൻ വെടിയേറ്റ് മരിച്ചപ്പോൾ നൽകിയതിന്റെ ന്യായമെന്താ എന്ന് ഒരു പ്രമുഖ നിരീക്ഷകൻ ഉന്നയിക്കുന്നത് അതുകൊണ്ടാണ്. ഇതിന് ന്യായവുമില്ല, യുക്തിയുമില്ല. യുക്തിക്കോ ഇരുമ്പുലക്ക പോലുള്ള ഏതെങ്കിലും തത്വങ്ങൾക്കോ അനുസരിച്ചല്ല വാർത്താ പ്രാധാന്യം നിശ്ചയിക്കുന്നത് എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് പുതിയ ആശയങ്ങൾ പരീക്ഷിക്കപ്പെടും. ഈ പരീക്ഷണങ്ങളെല്ലാം വിപണിയെ തൃപ്തിപ്പെടുത്തുന്നതിനുള്ള പരിശ്രമങ്ങൾ തന്നെയാണ് എന്നതും മറ്റൊരു സത്യം. അത് ഒളിച്ചുവെക്കേണ്ടെന്ന കാര്യം ഇന്നില്ല. മാധ്യമങ്ങൾ ഒരു മത്സരാധിഷ്ഠിത വിപണിയിലെ ഉൽപ്പന്നങ്ങളാണ്. എന്താണ് നല്ലത് എന്ന് അവർക്ക് അറിയാഞ്ഞിട്ടില്ല. നല്ലതേ കൊടുക്കൂ എന്ന വാശി ഇന്ന് ആർക്കുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ നൽകുന്നു എന്ന മാധ്യമങ്ങൾ അവകാശപ്പെടുമ്പോൾ ജനങ്ങൾ ഇതാണ് ആഗ്രഹിക്കുന്നത് എന്ന് ആരാണ് നിശ്ചയിച്ചിരിക്കുന്നത് എന്ന ചോദ്യമുണ്ട്. വായനക്കാരുടെ, കേൾവിക്കാരുടെ, കാഴ്ചക്കാരുടെ ഹിതമറിഞ്ഞ് ന്യൂസ് കവറേജ് നിശ്ചയിക്കാൻ എന്ത് സംവിധാനമാണ് ഇന്ന് മാധ്യമങ്ങൾക്കുള്ളത്? മാധ്യമ സ്ഥാപനങ്ങളിലേക്ക് വരുന്ന പ്രതികരണങ്ങളുടെ സ്ഥിതിവിവര കണക്കുകൾ അവലോകനം ചെയ്യാൻ എന്തെങ്കിലും സംവിധാനമുണ്ടോ? വാണിജ്യ താൽപര്യങ്ങൾ എത്രത്തോളം ന്യൂസ് റൂമുകളിലേക്ക് കടന്നു ചെല്ലുന്നുണ്ട്? ഇതൊക്കെ പ്രസക്തമായ ചോദ്യങ്ങളാണ്. എന്നാൽ അതിനേക്കാൾ ഉപരിയായി ഇന്നിപ്പോൾ ഇത്തരം ചർച്ചകൾ ഉയർന്നു വരുമ്പോൾ മാധ്യമങ്ങളുടെ വിശ്വാസ്യത വീണ്ടെടുക്കാനുള്ള എന്ത് നടപടികളാണ് ഇനി സ്വീകരിക്കേണ്ടത് എന്ന പരമപ്രധാനമായ ചോദ്യം കൂടിയുണ്ട്. വോയിസ് ഓഫ് കേരള ഈവനിംഗ് എഡിഷൻ എന്ന ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. നിലവിലുള്ള വാർത്തകളെ മുൻനിർത്തി മാധ്യമ സ്വാതന്ത്ര്യം ഇന്ത്യയിൽ ഏതു തരത്തിലാണ് ദുരുപയോഗം ചെയ്യപ്പെടുന്നത്? മാധ്യമ സ്വാതന്ത്ര്യത്തിനുമേൽ കടിഞ്ഞാണിടുന്നത് എങ്ങനെയാണ് ദോഷം ചെയ്യുക? മാധ്യമങ്ങൾക്കുമേലുള്ള ജനങ്ങളുടെ വിശ്വാസം വീണ്ടെടുക്കാൻ എന്തു നടപടികളാണ് ഇനി സ്വീകരിക്കാനാവുക എന്ന് ഈവനിംഗ് എഡിഷനിൽ നമുക്കൊപ്പം പ്രമുഖ മാധ്യമ പ്രവർത്തകരും നിരീക്ഷകരുമാണ് ചേരുന്നത്. ആദ്യം പ്രമുഖ മാധ്യമ പ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനും ഏഷ്യൻ സ്കൂൾ ഓഫ് ജേർണലിസത്തിന്റെ ചെയർമാനും കൂടിയായ ശ്രീ ശശികുമാർ. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. നമസ്കാരം ശ്രീ ശശികുമാർ, താങ്കൾക്ക് വോയിസ് ഓഫ് കേരള ഈവനിംഗ് എഡിഷനിലേക്ക് സ്വാഗതം. കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്നത് മന്ത്രിയുടെ രാജിയും അതിനെ തുടർന്നുള്ള മാധ്യമ സംസ്കാരവും മാധ്യമങ്ങൾ ഏത് രീതിയിലാണ് നിലപാടുകൾ, മാധ്യമധർമ്മത്തെ മുൻനിർത്തിയുള്ള നിലപാടുകൾ സ്വീകരിക്കേണ്ടത് എന്ന് തുടങ്ങിയ ചർച്ചകളാണ് ഉയരുന്നത്. അതേസമയം ഇന്ത്യയെ സംബന്ധിച്ച്, കേരളത്തെ സംബന്ധിച്ച് ദൃശ്യമാധ്യമങ്ങളുടെ വരവോടുകൂടിയാണോ ഈ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്? എവിടെയാണ് ഇതിനൊക്കെ ഒരു നിയന്ത്രണം വരേണ്ടുന്നത്? എങ്ങനെയാണ്? ദൃശ്യമാധ്യമങ്ങളുടെ വരവോണ്ടാണ് അത് തുടങ്ങുന്നതെന്ന് എനിക്ക് അഭിപ്രായമില്ല. പണ്ടുമുണ്ടായിരുന്നു.
നമ്മൾ യെല്ലോ ജേർണലിസം എന്നൊക്കെ പറയുന്നത് എല്ലാ ഭാഷയിലും ഇംഗ്ലീഷ് അടക്കം ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാല് നമ്മൾ ഈ പുലിറ്റ്സർ പ്രൈസ് എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്ന ജോസഫ് പുലിറ്റ്സർ എന്ന് പറയുന്ന ആൾ തന്നെ യെല്ലോ ജേർണലിസത്തിന്റെ ഒരു മേധാവിയായിട്ടാണ് ചിത്രീകരിക്കുന്നത് അതേ ഹിസ്റ്ററി ഓഫ് മീഡിയയില്. അപ്പോ അങ്ങനെ ഒരു സംസ്കാരമുണ്ട് മാധ്യമങ്ങളിൽ പണ്ടുതൊട്ടേ ഉണ്ട്. പക്ഷെ യെല്ലോ ജേർണലിസം പോലും നമ്മളൊരാളെ പറ്റി ഊഹാപോഹങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ പറയാം. ഒരു പ്രിവസിയുടെ ഇൻട്രൂഷൻ ടെലിവിഷൻ ഈ സ്റ്റിങ് എന്ന് പറയുന്ന ഒരു പ്രവണത വന്നതോടുകൂടിയാണ് നമ്മുടെ സ്വകാര്യത ഒരാളുടെ ജീവിതത്തിന്റെ ഉള്ളിലേക്ക് ബെഡ്റൂമിന്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ ബാത്റൂമിന്റെ ഉള്ളിലേക്ക് നോക്കുന്ന ഒരു പത്രപ്രവർത്തനം അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനം നിലവിൽ വരുന്നത്. അതാണ് വലിയ വ്യത്യാസം എന്നത്. എല്ലാത്തിനും സ്റ്റിങ് നമ്മൾ ഒളിച്ചു നോക്കുക. ഒരു ഒളിവ് ക്യാമറ വെച്ച് അല്ലെങ്കിൽ എക്യുപ്മെന്റ് വെച്ച ഒരാള് സ്വകാര്യ രീതിയിൽ എന്താ പറയുന്നത്, ആരോട് എന്താ പറയുന്നത്, മക്കളോട് അല്ലെങ്കിൽ സാമൂഹികയോട് എന്താ പറയുന്നത്, അതൊന്നും നമുക്ക് പൊതു സമൂഹത്തിന് ചർച്ച ചെയ്യേണ്ട അവരുടെ കാര്യമായിട്ടല്ലോ, അവരൊക്കെ അന്വേഷിക്കേണ്ട കാര്യമല്ലല്ലോ. ആ ഒരു വ്യത്യാസം ടെലിവിഷൻ മാധ്യമത്തിലാണ് രൂക്ഷമായിട്ട് നമ്മൾ കാണുന്നത്. പക്ഷെ ഇതിനൊരു നിയന്ത്രണം കൊണ്ടുവരാൻ ഒരുപക്ഷെ ലോകം മുഴുവൻ എന്ന് സംസാരിക്കുന്നത് മാധ്യമങ്ങളുടെ വിശ്വാസ്യത തിരികെ വീണ്ടെടുക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ്. അന്താരാഷ്ട്ര തലത്തിൽ പോലും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ച് എങ്ങനെയാണ് അത് നടപ്പിൽ വരുത്താൻ സാധിക്കുക? എവിടെയാണ് ഇപ്പോഴുള്ള നിയമങ്ങൾ പോരാതെയാകുന്നത്? അതാണ് ശരിയാണ്. ലോകത്തിലൊട്ടാകെ മാധ്യമങ്ങളിലെ വിശ്വസനീയത ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. അടുത്ത കാലത്ത് ഏഡിൽമാൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞ ഒരു അറിയപ്പെടുന്ന മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ കമ്പനി എല്ലാ കൊല്ലവും ഓരോ ജനാധിപത്യത്തിന്റെ ഓരോ സെക്ടറിന്റെ വിശ്വസനീയതയുടെ ഒരു ട്രസ്റ്റ് ബെറോമീറ്റർ എന്ന് പറയും. അപ്പൊ അതിൽ നമ്മൾ കാണുന്നത് മാധ്യമങ്ങളോടുള്ള വിശ്വാസനീയത, ജനങ്ങൾക്ക് മാധ്യമങ്ങളോടുള്ള വിശ്വാസം തകർന്നുകൊണ്ടിരിക്കുകയാണ് ലോകമൊട്ടാകെ. ഇന്ത്യയിൽ അത്രയ്ക്കൊന്നും തകർന്നിട്ടില്ല ശരിക്കും പറയാണ്. ഇപ്പൊ US തന്നെ മാധ്യമങ്ങളെ ട്രംപ് ജയിച്ച ഒരു സാഹചര്യം മാധ്യമങ്ങളോട് ജനങ്ങൾക്കുള്ള വിശ്വാസക്കുറവ് ആണെന്ന്. അപ്പൊ അവര് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുന്ന മാധ്യമം പോലും ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ആയിട്ടാണ് അവർ കാണുന്നത്. ഇന്ത്യയിൽ അത്രയ്ക്കൊന്നും ആയിട്ടില്ല. പക്ഷെ ഇവിടെ നമുക്കുള്ള പ്രശ്നം ഇതാണ്. ഇവിടെ നമുക്കൊരു എക്സ്റ്റേണൽ റെഗുലേഷൻ മീഡിയയിലില്ല. അത് പാടില്ല എന്ന് വാദിക്കുന്ന ആളും കാണില്ല. ഒരിക്കലും പുറമേ നിന്നൊരു റെഗുലേഷൻ മീഡിയയിൽ വരാൻ പാടില്ല. പക്ഷെ സ്വയം നമ്മളെ തന്നെ നിയന്ത്രിച്ചില്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ നടന്ന പോലെ ഇപ്പോ കേരളത്തിൽ നടന്ന പോലെയുള്ള സംഭവ വികാസങ്ങൾ ഇങ്ങനെ 1, 2, 3 പ്രാവശ്യം നടന്നാൽ ഈ മാധ്യമം എന്ന് പറയുന്നത് ഒരു വൃത്തികെട്ട പ്രവൃത്തിയാണെന്നുള്ളൊരു എന്താ പറയുക നിഗമനത്തിലേക്ക് ജനങ്ങൾ മാറും എന്നുള്ളതാണ് അല്ല. പക്ഷെ ഇത് ജനങ്ങൾക്കിടയിൽ പലതും ഇപ്പോഴും അങ്ങനെ തന്നെ ഉള്ളപ്പോഴും ഈ ചാനലുകളൊക്കെ നിലനിന്ന് പോകുന്നുണ്ട്. ജനങ്ങൾ വൃത്തികെട്ടത് എന്ന് പരക്കെ കരുതുന്ന അല്ലെങ്കിൽ അവർ നല്ലത് അസഭ്യമെന്ന് കരുതുന്ന പലതും ഇപ്പോഴും നിലനിന്ന് പോകുന്നുണ്ട്. ഇതൊന്നും നിലനിൽക്കുന്നത് ജനങ്ങളുടെ ഇഷ്ടത്തെ അനുസരിച്ച് മാത്രമല്ലല്ലോ. അങ്ങനെയെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യം മാത്രം മുൻനിർത്തി ഇത്തരത്തിലൊക്കെ പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കണമോ എന്ന സംശയം കൂടിയില്ലേ? അല്ല, ജനങ്ങളിൽ എല്ലാ മേഖല നമുക്ക് പെട്ടെന്ന് വെക്കാൻ പറ്റുന്നതായിരിക്കില്ല. നമുക്ക് ഒരു പബ്ലിക് സ്ഫിയറിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇപ്പൊ ജനങ്ങൾക്ക് വേണ്ടതാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ളൊരു വാദം വരികയാണെങ്കിൽ ജനങ്ങൾക്ക് മയക്കുമരുന്നാണ് ആവശ്യമെങ്കിൽ ജനങ്ങൾ മയക്കുമരുന്ന് കഴിച്ചോട്ടെ, ജനങ്ങൾ മയക്കുമരു ഉപയോഗിക്കുന്നുണ്ടല്ലോ, അപ്പൊ നമുക്ക് എന്താ അതിന് വിരോധം എന്നുള്ള ഒരു വാദം അതിന് യാതൊരു അർത്ഥമില്ലല്ലോ. മയക്കുമരുന്ന് ജനങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല. അപ്പോ എന്നുള്ളതാണ് അതിന്റെ. അപ്പൊ മയക്കുമരുന്ന് കൊടുക്കുന്നത് ജനങ്ങൾക്ക് ആവശ്യമാണെന്ന് പറയുന്ന ഒരു വാദം, അതുകൊണ്ട് നമുക്ക് മയക്കുമരുന്ന് ജനങ്ങൾക്ക് കൊടുക്കുന്നതിനോട് ചോദിക്കുന്നതിൽ അർത്ഥമുണ്ടോ? മയക്കുമരുന്ന് പാടില്ല, ജനങ്ങളുടെ ആരോഗ്യത്തിനല്ല, സമൂഹത്തിന്റെ ഒരു നിലനിൽപ്പിന് അത് പാടില്ല എന്നുള്ളതാണ് അതിന്റെ നിലവാരം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഒരു നിലവാരം കൊണ്ടുവന്നില്ലെങ്കിൽ പുറമേ നിന്ന് ഗവൺമെന്റ് മുഖാന്തരോ കോടതി മുഖാന്തരോ ഒരു ലെജിസ്ലേഷൻ മുഖാന്തരോ അങ്ങനെ ഒരു നിലപാട് വരേണ്ടി വരും എന്നുള്ളതാണ്. അപ്പൊ അത് ഒഴിവാക്കണമെങ്കിൽ സ്വയം ഈ തീരുമാനത്തിലേക്ക് നമ്മൾ എത്തണം. അതുകൊണ്ട് ഇത് വിറ്റ് പോകുന്നുണ്ട്, ഇത് ജനങ്ങൾക്ക് താല്പര്യം ഉണ്ടോ ഇല്ല എന്നൊരു പ്രശ്നമല്ല എന്നുള്ളൊരു ഒരു മാനസികാവസ്ഥയ്ക്ക് നമ്മൾ പോയാൽ പിന്നെ പത്രപ്രവർത്തനം അതൊരു നമ്മൾ വിപണിയിൽ വെക്കുന്ന ഒരു സാധനമായിട്ട് കരുതിയാൽ മതി. അതല്ലല്ലോ പത്രപ്രവർത്തനം, പത്രധർമ്മം, മാധ്യമ പ്രവർത്തനം, മാധ്യമത്തിന്റെ ഇൻഡിപെൻഡൻസ് എന്നൊക്കെ പറയുന്നത് ജനാധിപത്യത്തിന്
ആവശ്യമുള്ള അനിവാര്യമായ ഒരു കാര്യമായിട്ടാണ് നമ്മൾ കരുതുന്നത്. അതുകൊണ്ട് അതാണ് അതിന്റെ വാദം. പക്ഷെ ഇപ്പോൾ ഏത് ചാനലാണെങ്കിലും പത്രമാണെങ്കിലും വലിയ തോതിലുള്ള പണമൊഴുക്കുണ്ടാകുന്ന സ്ഥാപനങ്ങളാണ്, കച്ചവട സ്ഥാപനങ്ങൾ തന്നെയാണ് ഇവയൊക്കെ. ആഗോളവൽക്കരണ കാലം മുതൽ ഇത്തരത്തിൽ നമ്മൾ ആ വിഷയത്തെ ചർച്ച ചെയ്യുമ്പോൾ ഇവയൊക്കെ നിയന്ത്രിക്കാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും സംവിധാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നത് അസ്ഥാനത്തല്ലേ? കാരണം രാഷ്ട്രീയ നേതാക്കൾക്കും രാഷ്ട്രീയത്തിന്റെ നിലനിൽപ്പ് പോലും ഇതിലാണ് എന്ന സാഹചര്യമുണ്ടല്ലോ. പണവും അധികാരവും ഇത് രണ്ടും വടംവലി നടത്തുന്ന ഒരു സ്ഥാനത്ത് നമുക്ക് എങ്ങനെയാണ് അത് ഉറപ്പിക്കാൻ സാധിക്കുക? ശരിയാണ്, പണവും സ്വാധീനവും ഉള്ള ഒരു ജനാധിപത്യമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ അതിന്റെ ഒരു വീക്ക്നെസ് ആണ്, അതിന് സംശയമൊന്നുമില്ല. പക്ഷെ ഈ മാധ്യമ പ്രവർത്തനത്തിന്റെ സ്വാതന്ത്ര്യം വേണം. നമുക്ക് പ്രസ് ഇൻഡിപെൻഡൻസ്, ഫ്രീഡം ഓഫ് ദ പ്രസ് എന്നൊക്കെ നമുക്ക് വിളിച്ചു പറയാൻ അവകാശം വേണമെങ്കിൽ ഇങ്ങനെയുള്ള മാധ്യമ പ്രവർത്തനത്തിന് അത് പറയാനുള്ള അവകാശം ഉണ്ടാവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഇത്തരത്തിൽ സ്വയം പാലിക്കേണ്ടുന്ന ധർമ്മത്തെക്കുറിച്ച് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു. സർക്കാർ ഏത് തരത്തിലാണ് ഇടപെടാൻ സാധ്യതകൾ അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു. പക്ഷെ പൊതുസമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ലഭിക്കുന്ന വിവരങ്ങൾ ആധികാരികമാണോ എന്ന് തിരിച്ചറിയാനുള്ള യാതൊരുവിധ സംവിധാനവും അവർക്ക് മുന്നിലില്ല. എങ്ങനെയാണ് പൊതുസമൂഹത്തിന് ജാഗ്രത പുലർത്താൻ സാധിക്കുക ഇന്നത്തെ ഈ മാധ്യമ ലോകത്ത്? ഇന്നത്തെ മാധ്യമ ലോകത്ത് പൊതുസമൂഹത്തിന് യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കൂടുതൽ സാഹചര്യങ്ങളുണ്ട്. കാരണം സോഷ്യൽ മീഡിയ നമുക്കൊരു മുഖ്യധാര മാധ്യമത്തിനും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം സോഷ്യൽ മീഡിയയിൽ അതിനെ വെല്ലുവിളിക്കും. പലർക്കും അതിന്റെ സത്യാവസ്ഥ അറിയുന്നവരായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ മറ്റു ഘട്ടങ്ങളൊക്കെ പലരും ചൂണ്ടിക്കാട്ടും. സോഷ്യൽ മീഡിയയുടെ ഒരു എന്താ പറയുക, ഒരു വളരെ വൈഡായിട്ട് അക്സെപ്റ്റൻസ് മാധ്യമങ്ങൾക്ക് തന്നെ ഒരു ചെക്കായിട്ട് മാറിയിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. പക്ഷെ ഞാൻ അവസാനം പറഞ്ഞോട്ടെ, ഇപ്പൊ ഈ ചാനലിന്റെ കാര്യത്തിൽ നടന്ന കാര്യം നമുക്ക് ഒട്ടും കൊട്ടി ആഘോഷിക്കാവുന്ന ഒരു കാര്യമൊന്നുമല്ല. ഒരു പത്രസ്ഥാപനത്തിനെതിരെയോ പത്രപ്രവർത്തനത്തിനെതിരെയോ രണ്ടിടത്തിനെതിരെയോ FIR ലോഞ്ച് ചെയ്യുക, ഒരു ഇൻവെസ്റ്റിഗേഷൻ ലോഞ്ച് ചെയ്യുക, ജുഡീഷ്യൽ എൻക്വയറി വേണ്ടി വരിക എന്ന് പറയുന്നത് നമ്മളെ എല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് അതിൽ നമുക്ക് ആർക്കും ആഘോഷിക്കാവുന്ന ഒരു കാര്യമൊന്നുമല്ല. അത് നമുക്ക് പ്രയത്നിക്കേണ്ട കാര്യമാണ്. ദുഃഖമാണ് എനിക്കത്. പക്ഷെ അത് ആലോചിക്കേണ്ട ഒരു കാര്യമായിരുന്നു. ഇതുവരെയും കൊണ്ടുവരാൻ പാടില്ലായിരുന്നു. നമുക്ക് ആർക്കും ഇതുവരെയും ഈ പത്രമാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യത്തെ വെല്ലുവിളിക്കുന്ന അല്ലെങ്കിൽ അപകടമാക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതുപോലെ ഉണ്ടാക്കാൻ നമുക്ക് ആർക്കും അവകാശമില്ല. കാരണം അത് ജനാധിപത്യത്തിന്റെ ഒരു തൂണാണ് പത്രമാധ്യമ സ്വാതന്ത്ര്യം. അത് നമ്മൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. അതുകൊണ്ട് ഇപ്പൊ നടക്കുന്നത് നമുക്ക് എല്ലാവർക്കും വളരെ സാഡ് ഒക്കേഷൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് എവിടെയെങ്കിലും ഇതിനു മുൻപ് ചരിത്രം മുൻനിർത്തി അടിയന്തരാവസ്ഥ കാലത്ത് മാധ്യമങ്ങൾ നേരിട്ടിരുന്ന സെൻസർഷിപ്പും അത്തരത്തിലുള്ള ചർച്ചകളെ കുറിച്ച് നമുക്കറിയാം. പക്ഷെ എവിടെയെങ്കിലും അല്ല, തെഹൽക്കയുമായിട്ട് ബന്ധപ്പെട്ട ഒളിക്യാമറ ഓപ്പറേഷനുകൾ തുടങ്ങിയ സമയത്തുണ്ടായിരുന്ന വിവാദങ്ങൾ, പക്ഷെ അവർ സർക്കാരിന് എതിർവശത്ത് നിന്നുകൊണ്ട് നടത്തിയ ചർച്ചകൾ ഇന്നിപ്പോ ഈ വിഷയത്തിലേക്ക് എത്തി നിർത്തുമ്പോൾ ചരിത്രത്തിൽ നിന്നുള്ള ഏതെങ്കിലും ഏടുകളുമായിട്ട് ബന്ധപ്പെടുത്താൻ സാധിക്കുന്നുണ്ടോ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ? തെഹൽക്കയിൽ നടന്നത് ഇതുപോലെ ഓപ്പറേഷൻ വെസ്റ്റേൺ എന്ന് പറയുന്നതിന്റെ അതിന്റെ ഒരു നമുക്കൊന്നും സ്വീകരിക്കാൻ പറ്റാത്തൊരു കാര്യം ഇതായിരുന്നു. ഒരു ഹണി ട്രാപ്പ്, ഒരു സ്ത്രീകളെ ഉപയോഗിച്ചിട്ട് ഒരാളെ കൊണ്ട് എന്തെങ്കിലും സമ്മതിപ്പിക്കുക. അത് പിന്നെ തെഹൽക്കയുടെ അന്നത്തെ പത്രാധിപൻ അത് സമ്മതിക്കുകയും ചെയ്തു. അത് ഇത്തിരി എക്സസീവ് ആയിരുന്നു, അത് കൂട്ടി പോകുന്നത് അദ്ദേഹത്തിന് തന്നെ അത് സമ്മതിക്കേണ്ടി വന്നു. അതിനുശേഷം അവര് അങ്ങനെ പ്രവർത്തിച്ചിട്ടില്ല. വളരെ അപൂർവം. ശേഷം പല മാധ്യമങ്ങളും ഓൺലൈനിലൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഇതൊക്കെയാണ് ഇത് നമ്മളൊരു പരിധിക്കപ്പുറം നമ്മളിത് കടന്നു പോയാല് ഇത് TRPക്ക് മാത്രം നമ്മൾ എന്തും ചെയ്യുന്നൊരു സാഹചര്യം വന്നാല് നമുക്ക് പിന്നെ പത്രധർമ്മം, പത്രമാധ്യമ സ്വാതന്ത്ര്യമൊന്നും പിടിക്കാൻ നമുക്ക് അവകാശമില്ല. അല്ലെങ്കിൽ നമ്മൾ പറയണം, നമ്മളും വിപണിയില് ഒരു കച്ചവട വസ്തുവാണ്. നമ്മുടെ പ്രക്രിയ അതാണ്. ഇത് സാധനം വിൽക്കുക, പൈസ ഉണ്ടാക്കാന്നുള്ളതാണ് നമ്മുടെ ജോലി. അതുകൊണ്ട് മറ്റുള്ളവരെ പോലെ സോപ്പ് പോലെ ഞാൻ പത്രം വിൽക്കുന്നു, ഞാൻ എന്ന് വാർത്ത വിൽക്കുന്നു എന്ന് നമ്മളും സമ്മതിക്കണം. എന്നാൽ തന്നെ ആർക്കും ഒരു തർക്കം ഉണ്ടാവില്ല ഇത്. അപ്പൊ മാധ്യമങ്ങളെ റെഗുലേറ്റ് ചെയ്യാനും മാർക്കറ്റ് റെഗുലേറ്റ് ചെയ്യുന്ന പോലെ ഗവൺമെന്റിന് അവകാശം ഉണ്ടാവും. അപ്പൊ നമുക്കൊരു പ്രത്യേക റൂൾ വേണം, നമുക്കൊരു പ്രത്യേക സാഹചര്യം വേണം. പത്രധർമ്മ മാധ്യമം എന്താ പറയാ അവകാശമുണ്ട് എന്നൊന്നും നമുക്ക് വിളിച്ചു പറയാനുള്ള അധികാരം ഉണ്ടാവില്ല എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. തീർച്ചയായും വളരെയധികം നന്ദി സർ, ഞങ്ങളോടൊപ്പം ചർച്ചയിൽ പങ്കെടുത്തതിന്. താങ്ക് യു സർ. താങ്ക് യു. വോയിസ് ഓഫ് കേരള ഈവനിംഗ് എഡിഷൻ ഒരു ഇടവേള. വോയിസ് ഓഫ് കേരള ഈവനിംഗ് എഡിഷൻ തുടരുന്നു. ഞാൻ പ്രമീള ഗോവിന്ദ് നിങ്ങൾക്കൊപ്പം. നമുക്കൊപ്പം ചർച്ചയിൽ ഇനി ചേരുന്നത് പ്രമുഖ മാധ്യമ പ്രവർത്തകനും മാധ്യമ നിരീക്ഷകനുമായ ശ്രീ NP രാജേന്ദ്രനാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്.
നമസ്കാരം ശ്രീ NP രാജേന്ദ്രൻ, താങ്കൾക്ക് വോയിസ് ഓഫ് കേരള ഈവനിംഗ് എഡിഷനിലേക്ക് സ്വാഗതം. മലയാളി ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ കുറച്ചു ദിവസമായി ഒരു മന്ത്രിയുടെ രാജിയും അതിന് കാരണമായ ഒരു വാർത്തയെ ചൊല്ലിയുമുള്ള ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ പോലും മാധ്യമങ്ങളുടെ വിശ്വാസ്യത തിരികെ പിടിക്കുന്നതിനെ കുറിച്ചാണ് ചർച്ചകൾ മുറുകുന്നത്. ഏതു തരത്തിലാണ് ഇന്ത്യൻ സാഹചര്യത്തിൽ ഇത് ഇപ്പോൾ പ്രസക്തമാകുന്നത്? പറഞ്ഞതുപോലെ ഇത് കേരളത്തിലോ ഇന്ത്യയിൽ മാത്രമോ ഉള്ള ഒരു പ്രതിഭാസമല്ല. ലോകവ്യാപകമായിട്ട് തന്നെ മാധ്യമങ്ങളുടെ വിശ്വാസ്യത വലിയ തോതിൽ തകർന്നതായി പല ആളുകളും നിരീക്ഷകരും ഒക്കെ കാണുന്നുണ്ട്. പല ഗവേഷണങ്ങളും പല സ്വതന്ത്രമായിട്ടുള്ള അഭിപ്രായ വോട്ടെടുപ്പുകളും ഒക്കെ നടന്നതിൽ മിക്ക രാജ്യങ്ങളിലും പഴയ കാലത്തുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് മാധ്യമ പ്രവർത്തനത്തിന്റെ വിശ്വാസ്യത വളരെ താഴോട്ട് പോയിട്ടുണ്ട് എന്ന് പറയുന്നു. ഒരു തൊഴിൽ അല്ലെങ്കിൽ പ്രൊഫഷൻ എന്നുള്ള നിലയിൽ വിശ്വാസ്യതയുള്ള ഒരുപാട് സ്ഥാപനങ്ങളുടെ ഏറ്റവും താഴെ ഒരുപക്ഷെ രാഷ്ട്രീയ പ്രവർത്തകരെക്കാൾ ഒരു ഇഞ്ച് മേലെ മാത്രമാണ് മാധ്യമ പ്രവർത്തകരുടെ വിശ്വാസ്യതയുടെ നിലവാരം എന്ന് പല ഗവേഷണങ്ങളിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിൽ അങ്ങനെ എന്തെങ്കിലും ഗവേഷണം നടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അതിനെ സംബന്ധിച്ച് കാര്യമായ റിപ്പോർട്ടുകളൊന്നുമില്ല. പക്ഷെ ഒന്ന് നമുക്കറിയാം, ഇന്ത്യയിലും സ്ഥിതി വളരെ മോശമാണ്. ഇതിന്റെ ഒരു എങ്ങനെയാണ് ഇത് രൂപപ്പെട്ട് വന്നിട്ടുള്ളതെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. എങ്കിലും അത് ക്രമാനുഗതമായി ഉണ്ടായിട്ടുള്ള ഒരു മാറ്റമാണ്. ഈ മാറ്റത്തിന് വലിയ ശക്തി പകർന്നത് ഒരുപക്ഷെ ദൃശ്യമാധ്യമങ്ങളുടെ വരവോടെയാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് കാരണം അതിനെപ്പറ്റി അമേരിക്കയിൽ പറഞ്ഞിട്ടുള്ളത് എങ്ങനെ പ്രവർത്തിക്കുന്നു, ഇവര് ഒരു പത്രപ്രവർത്തകൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നേരിട്ട് ജനങ്ങൾ കാണുന്ന അവസ്ഥയുണ്ടായത് ദൃശ്യമാധ്യമങ്ങളുടെ വരവോടെയാണ്. നിങ്ങൾ ആളുകളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ, നിങ്ങൾ പത്രസമ്മേളനങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ, നിങ്ങളുടെ പെരുമാറ്റങ്ങൾ, നിങ്ങളുടെ ബോഡി ലാംഗ്വേജ്, ഇതൊക്കെ ജനങ്ങൾ കാണുന്നത്. ജനങ്ങൾ അതിനു മുമ്പുള്ള ജനങ്ങൾ സങ്കല്പിച്ചിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ഉള്ള ഒരു വിഭാഗമാണ് മാധ്യമ പ്രവർത്തനമെന്നും അവർ തന്നെ പല കാര്യങ്ങളിലും പറയുകയോ ചെയ്യുകയോ കേൾക്കുകയോ ചെയ്യാതെ അനാവശ്യമായ കാര്യങ്ങളിൽ ഊന്നൽ നൽകുന്നു എന്ന് തുടങ്ങിയിട്ടുള്ള 100 പരാതികൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ആ പരാതി നമ്മുടെ രാജ്യത്തും ഉണ്ട്. കേരളത്തിൽ സമീപകാലത്തുണ്ടായത് വളരെ അസാധാരണമായി എന്ന് പറയാവുന്ന ഒരു സംഭവമാണ് കേരളത്തിൽ സമീപകാലത്തുണ്ടായ ഈ വിവാദപരമായിട്ടുള്ള ഒടുവിലത്തെ സംഭവം. പക്ഷേ അതിനു മുമ്പ് തന്നെയും നിരവധി ചെറിയ ചെറിയ സംഭവങ്ങളെ കുറിച്ച് ദേശീയ മാധ്യമങ്ങളിൽ തന്നെ, ദേശീയ ടെലിവിഷൻ മാധ്യമങ്ങളിൽ തന്നെ വന്നുകൊണ്ടിരിക്കുന്ന പല ചർച്ചകളെ കുറിച്ച്, TV ചാനൽ ആങ്കർമാരുടെ പെരുമാറ്റത്തെക്കുറിച്ച്, ഇന്റർവ്യൂവിൽ ഉന്നയിക്കപ്പെടുന്ന ചോദ്യങ്ങളുടെ രീതികളെ കുറിച്ച് എല്ലാം തന്നെയും പൊതു സമൂഹത്തിന് വലിയ തോതിലുള്ള ആക്ഷേപങ്ങളും അവിശ്വാസ്യതയും ഉണ്ട് എന്നുള്ളതാണ് സത്യം. എങ്ങനെ ഇതിനെ മാറ്റിയെടുക്കാമെന്നതിനെ കുറിച്ചിട്ടുള്ള വിശേഷിച്ചുള്ള പഠനങ്ങളൊന്നും നടന്നിട്ടില്ല. എല്ലാവരും ഇങ്ങനെ വിമർശനം ഉന്നയിക്കാറുണ്ടെങ്കിലും റെഗുലേറ്ററി ആയിട്ട് എന്തെങ്കിലും ഒരു സംവിധാനത്തെ കുറിച്ച് ഏതെങ്കിലും രീതിയിൽ നിയമപരമായി ഇത്തരം കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ചോ ഉള്ള ഒരു അതിന് ഒരു നിയമ സംഹിതയൊന്നും ഇതുവരെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാവർക്കും അറിയാം വിശ്വാസ്യത വീണ്ടെടുക്കേണ്ടതായിട്ടുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. എങ്കിലും അത് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണയിൽ ആരും എത്തിച്ചേർന്നിട്ടില്ല. ദൃശ്യമാധ്യമങ്ങളുടെ വരവോടെയാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം തുടക്കം കുറിച്ചത് എന്ന് ഒരുപക്ഷെ പറയാൻ സാധിക്കുമെങ്കിൽ കൂടി മാധ്യമ പ്രവർത്തനത്തിലെ മൂല്യച്യുതി അത് ഇന്നത്തെ കാലത്ത് ഇത് എല്ലാത്തിലേക്കും വ്യാപിച്ചു കഴിഞ്ഞു എന്ന് തന്നെ നമ്മൾ അതിനെ കാണേണ്ടതായിട്ടില്ല. ഇതൊരു മൂല്യച്യുതിയായിട്ട് തന്നെയാണ് ഈ വിഷയത്തെ പരിഗണിക്കുന്നതെങ്കിൽ അതല്ല ഇതൊരു രീതിയായിട്ട് മാധ്യമങ്ങൾ ഇങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന തരത്തിൽ പുതിയൊരു ധാരണ രൂപപ്പെട്ട് വരാൻ പോലും സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ദൃശ്യമാധ്യമങ്ങൾ മാത്രമാണ് കുറ്റക്കാർ, മറ്റുള്ളവരൊക്കെ യോഗ്യന്മാരാണ് എന്നൊരു അഭിപ്രായം എനിക്കില്ല. പക്ഷെ ദൃശ്യമാധ്യമങ്ങളുടെ വരവോടുകൂടി ഇതിന്റെ മത്സരത്തിന്റെ സ്വഭാവം വൻതോതിൽ മാറിയിരിക്കുന്നു. ദൃശ്യമാധ്യമങ്ങൾ 1ഉം 2ഉമല്ല, ഒരുപാട് ദൃശ്യമാധ്യമങ്ങളുണ്ട്. അവ തമ്മിൽ ഉള്ള രൂക്ഷമായ മത്സരമുണ്ട്. ഈ രൂക്ഷമായ മത്സരം പ്രിന്റിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു പത്രം ഒരു വീട്ടിൽ വാങ്ങുന്നുണ്ടെങ്കിൽ ആ പത്രവുമായി മത്സരിച്ച് വേറൊരു പത്രം ആ സ്ഥലം കൈയടക്കാൻ വളരെ പ്രയാസമുണ്ട്. അവർക്കൊരു സ്റ്റെബിലിറ്റി ഉണ്ട്. ആ പ്രിന്റിന്റെ ഒരു സർക്കുലേഷനും പ്രിന്റിന്റെ ഒരു മാർക്കറ്റിനും ഒരു സ്റ്റെബിലിറ്റി ഉണ്ട്. പക്ഷെ ദൃശ്യമാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ മാർക്കറ്റ് സ്റ്റെബിലിറ്റി ഇല്ല. ഓരോ നിമിഷവും അവർ ഈ ജനങ്ങളുടെ മുമ്പിൽ മത്സരിക്കുകയാണ്. ഓരോ നിമിഷവും എന്ന് പറയുമ്പോൾ ഓരോ പ്രോഗ്രാമും മറ്റൊരു പ്രോഗ്രാമുമായിട്ട് മത്സരിക്കുകയാണ്. 100 കണക്കിന് പ്രോഗ്രാമുകളോട് ഒരേ സമയം മത്സരം നടത്തിയാണ്. നമ്മുടെ കയ്യിലുള്ള ഈ റിമോട്ട് ഇത് ഉപയോഗിച്ച് നമുക്ക് ഏത് നിമിഷവും ഏത് ചാനലിലേക്ക് മാറാം. അപ്പൊ എപ്പോഴും ആളുകളെ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അവരുടെ ലക്ഷ്യം തന്നെ. ഓരോ മാധ്യമ പ്രവർത്തകന്റെയും ഓരോ ആങ്കറുടെയും ഒക്കെ ലക്ഷ്യം
ഓരോ പ്രോഗ്രാം ഉണ്ടാക്കുന്ന ആളുടെയും ലക്ഷ്യം എങ്ങനെ ഞങ്ങളുടെ കൺമുമ്പിൽ ഇരിക്കുന്ന പ്രേക്ഷകനെ ഞങ്ങളുടെ ഈ ചാനലിൽ തന്നെ പിടിച്ചു നിർത്തുക എന്നതാണ്. അതുകൊണ്ടാണ് അവരുടെ മത്സരത്തിനെ പ്രിന്റ് മീഡിയയുടെ മത്സരത്തെക്കാൾ അതിന് ഗൗരവമേറിയ ചില വ്യതിയാനങ്ങളും ഒരുപാട് ഈ നിങ്ങൾ പറഞ്ഞതുപോലെ മൂല്യച്യുതികളും ഒക്കെ ഉണ്ടാവുന്നത്. ഈ മൂല്യച്യുതികളൊക്കെ തന്നെയും എല്ലാറ്റിനും ഈ മത്സരമാണ് കാരണമെന്ന് ഞാൻ പറയുമെങ്കിൽ പോലും മത്സരമാണ് ഇതിനുണ്ടാക്കിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു ഘടകം. അതിനെ നമുക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല. ഇതൊരു വലിയ വ്യവസായമാണ്. വലിയ തോതിൽ സാമ്പത്തികമായ മുതൽ മുടക്കുകൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യവസായമാണിത്. ഇതിൽ നിന്ന് ഓരോ നിമിഷവും ഓരോ പ്രോഗ്രാമും ലാഭമുണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള നിലനിൽപ്പിന്റെ അടിസ്ഥാനം. അതുകൊണ്ടാണ് ഓരോ പ്രോഗ്രാമും കൂടുതൽ ആളുകളെ ആകർഷിക്കുന്നതിന് വേണ്ടിയുള്ള ഉള്ളടക്കത്തോടുകൂടി എന്തെല്ലാം ഉള്ളടക്കം ഉണ്ടാക്കാമെന്നതിനെ കുറിച്ചുള്ള ഒരു വലിയ ഗൗരവമേറിയ ചർച്ചയൊന്നും കൂടാതെ അപ്പോൾ തോന്നുന്നതനുസരിച്ച് ചെയ്യുന്ന ഒരു വ്യവസ്ഥയായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. മുൻപ് ദൃശ്യമാധ്യമങ്ങൾ വരുന്നതിന് മുൻപ് തന്നെ പത്രമാധ്യമങ്ങളെ സംബന്ധിച്ചുള്ള പത്രങ്ങളിലൊക്കെ തന്നെ മുഖപേജിലും മറ്റും വന്നിരുന്ന ചില ചിത്രങ്ങൾ ആന കുത്തിക്കൊല്ലുന്ന ദൃശ്യങ്ങൾ ബ്ലർ ചെയ്യാതെ അതുപോലെ കൊടുത്തു എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ, വിമർശനങ്ങൾ ഒരു ഭാഗത്ത്. പിന്നീട് എന്ത് തരം അപകട മരണങ്ങളാണെങ്കിലും അതൊക്കെ തന്നെ മുകളിൽ വരിക. പിന്നീട് ദൃശ്യമാധ്യമങ്ങൾ വന്നപ്പോൾ തിരുവനന്തപുരത്ത് പത്മതീർത്ഥക്കുളത്തിൽ ലൈവായി ഒരാൾ മുങ്ങിമരിക്കുന്ന ദൃശ്യങ്ങൾ അതുപോലെ കാണിച്ച സാഹചര്യം ഉണ്ടാവുന്നു. ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ ഹൈക്കോടതിയുടെ മുകളിൽ നിന്ന് ഒരാൾ താഴേക്ക് ചാടുന്നതിന്റെ ദൃശ്യം അതുപോലെ ഒരു ചിത്രം അതുപോലെ പത്രത്തിൽ അച്ചടിച്ചു വരുന്ന സാഹചര്യം ഇതൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ എവിടെയാണ് നമുക്ക് ഇതിനൊക്കെ നമുക്കൊരു ഇതിനോടൊപ്പം വേണ്ടത്? നമ്മൾ ഈ ഹണി ട്രാപ്പിനെയും ഒളിക്യാമറ ഓപ്പറേഷനുകളെയും ഒക്കെ ചേർത്ത് വെക്കേണ്ടത് ഇതിന്റെ ഒരു തുടർച്ചയായി തന്നെ വേണ്ടേ? നമ്മുടെ ഒരു സങ്കല്പത്തെ അനുസരിച്ചിട്ട് ഓരോരുത്തർക്കും ഇതിനെക്കുറിച്ച് വ്യത്യസ്തമായിട്ടുള്ള സങ്കല്പങ്ങളുണ്ട്. എങ്ങനെയാവണം ഒരു പത്രം, എങ്ങനെയാവണം, എന്തെല്ലാം വാർത്തകൾ ഒരു പത്രത്തിൽ വരാം, എന്തെല്ലാം രീതിയിലുള്ള ഫോട്ടോകൾ വരാം, എന്തെല്ലാം രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിക്കാം. ഇതിനെയൊക്കെ സംബന്ധിച്ചിട്ട് ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകളുണ്ട്. എല്ലാവർക്കും തൃപ്തികരമായ രീതിയിലുള്ള ഒരു മാധ്യമ പ്രവർത്തനം അസാധ്യം ആണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നമ്മളിപ്പോ ഒരു ഫോട്ടോകൾ കൊടുക്കുന്നു, പലതരം ഫോട്ടോകൾ വരുന്നുണ്ട്. പല രാജ്യങ്ങളിലും പല എന്താ പറയാ ഓരോ ജനവിഭാഗങ്ങൾക്കിടയിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള സാംസ്കാരിക മൂല്യങ്ങളുണ്ട്. അതുകൊണ്ട് അമേരിക്കയിൽ വളരെ സാധാരണമായിട്ട് കൊടുക്കുന്ന ഒരു ഫോട്ടോ നമ്മുടെ നാട്ടിൽ കൊടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നേരെ തിരിച്ച് സംഭവിക്കാം, നമ്മൾ കൊടുക്കുന്ന ഒരു ഫോട്ടോ അമേരിക്കയിൽ കൊടുക്കാൻ പറ്റില്ല എന്ന് വരാം. ഇതെന്ത് കൊടുക്കാം, എത്രത്തോളം കൊടുക്കാമെന്നതിനെ സംബന്ധിച്ച് നാട്ടിലൊരു നിയമവുമില്ല. നിങ്ങൾ ഒരു കാശ് കൊടുത്ത് വാങ്ങുന്ന ഒരു പത്രം വാങ്ങുന്ന ഒരാളോ അല്ലെങ്കിൽ TV കാണുന്ന ഒരാളോ കാണാൻ ഇഷ്ടപ്പെടുന്നത് എന്ത് എന്നതിന് ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിക്ക് വളരെയേറെ വ്യത്യാസമുണ്ട്. അപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഒരു മരണരംഗം കാണിക്കാൻ പാടുണ്ടോ? എന്തെങ്കിലും വളരെ ഗ്രേവായിട്ടുള്ള ഒരു അപകട രംഗം കാണിക്കാൻ പാടുണ്ടോ? പലരും അങ്ങനെ എന്തിനാണ് അത് മറച്ചു വെക്കുന്നത്? നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യമല്ലേ, അതെന്തിനും മറച്ചു വെക്കണം എന്ന് കാഴ്ചപ്പാടുള്ള ആളുകളുണ്ട്. വേറെ പല ആളുകളും രാവിലെ എഴുന്നേറ്റ് വന്ന് മനുഷ്യൻ പത്രം വായിക്കുമ്പോൾ ഇത്തരം ഭീകര ദൃശ്യങ്ങളാണോ മനുഷ്യനെ കാണിക്കേണ്ടത് എന്നൊരു കാഴ്ചപ്പാടുള്ള ആളുകളുണ്ട്. പൊതുവെ ഭീകരമായ ദൃശ്യങ്ങൾ പത്രത്തിന്റെ പ്രത്യേകിച്ച് 1-ാം പേജിലൊന്നും കൊടുക്കരുത് എന്നുള്ള പൊതുവായിട്ടൊരു ധാരണീയ സങ്കല്പമുണ്ട്. ഉദാഹരണത്തിന് എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, അമേരിക്കയിൽ ട്വിൻ ടവേഴ്സിന് നേരെ വിമാനാക്രമണം കൊണ്ട് ഇടിച്ച് അത് തകർന്ന് ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു വീണപ്പോൾ ഒരു മൃതദേഹത്തിന്റെ ഫോട്ടോ പോലും, ഒരു ഭീകര ചിത്രം പോലും അമേരിക്കയുടെ പത്രമാധ്യമങ്ങളിലൊന്നും പ്രസിദ്ധീകരിക്കപ്പെട്ടില്ല എന്നുള്ളത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ അത്തരം ഒരു സാധനം പ്രസിദ്ധീകരിക്കും, ചിലപ്പോൾ മാത്രമേ അല്പമെങ്കിലും ബ്ലർ ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ഭീകര ദൃശ്യങ്ങൾ കാണിക്കാറുണ്ട്. ഇതിന് ഒരു നിയമവ്യവസ്ഥയോ എല്ലാവർക്കും ബാധകമായ രീതിയിലുള്ള എന്തെങ്കിലും സാധ്യമല്ല. പക്ഷെ പല പ്രസിദ്ധീകരണങ്ങൾക്കും സ്വന്തമായിട്ടുള്ള എന്താ പറയാ നിയമങ്ങൾ എന്ന് പറയാൻ പറ്റും, സ്വന്തമായിട്ടുള്ള ചില രീതികൾ, ഇന്നത് പാടുണ്ട് ഇന്നത് പാടില്ല എന്നതിനെക്കുറിച്ചുള്ള ചില ധാരണകളും രീതികളും ഉണ്ടാവേണ്ടതുണ്ട്. ആ രീതിയിലുള്ള എന്തെങ്കിലും ഒരു എന്താ പറയാ ഒരു നിലനിൽക്കുന്ന ഒരു എത്തിക്കൽ കോഡ്, എന്തെങ്കിലും ഒരു ധാർമ്മിക സംഹിത ഏതെല്ലാം പത്രങ്ങൾക്കുണ്ട്, ഏതെല്ലാം മാധ്യമങ്ങൾക്കുണ്ട് എന്നതിനെ സംബന്ധിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും നാട്ടുകാർക്ക് വല്ല വിവരമുണ്ട്? ഏതെങ്കിലും ഒരു പത്രസ്ഥാപനത്തിന് മലയാളത്തിൽ ഉദാഹരണത്തിന് എത്ര പത്രസ്ഥാപനങ്ങൾക്ക് സ്വന്തമായി ജനങ്ങളെ അറിയിച്ചുകൊണ്ടുള്ള ഒരു മാധ്യമ സമിതിയുണ്ട്. വിദേശ രാജ്യങ്ങളിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള മിക്ക പത്രങ്ങൾക്കും ഞങ്ങൾ ഇന്നതേ ചെയ്യുള്ളൂ, ഇന്നതൊക്കെ ചെയ്യും, ഇന്നത് ചെയ്യില്ല എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യവും വ്യക്തവുമായിട്ടുള്ള എത്തിക്കൽ കോഡുകളുണ്ട്. അവരുടെ എത്തിക്കൽ കോഡുകൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അവരുടെ വെബ്സൈറ്റിൽ പോയാൽ എത്തിക്കൽ കോഡ് വായിക്കാൻ പറ്റും. അതുകൊണ്ട് അവരിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് പ്രതീക്ഷിക്കാം, എന്താണ് അവർ ചെയ്യില്ല എന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഒരു സാധാരണ മനുഷ്യനുണ്ടാവാറുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഒരു പത്രത്തിന് പോലും, മലയാളത്തിൽ ഒരു പത്രത്തിന് പോലും അങ്ങനെ ഒരു പ്രസിദ്ധീകരിച്ച ഒരു എത്തിക്കൽ കോഡില്ല. ഒരു
ടെലിവിഷൻ ചാനലുകളിലും അത്തരം എത്തിക്കൽ കോഡ് എന്ന് വെച്ചാൽ അവർക്ക് തീരെ അതില്ല എന്നുള്ളതിന്റെ അർത്ഥം. പക്ഷെ ജനങ്ങൾക്ക് അവരിൽ നിന്ന് പലപ്പോഴും അവർ ഇന്നലെ ശരിയായി എന്ന് തോന്നിയ കാര്യം അവർ ഇന്ന് ശരിയല്ലാത്ത രീതിയിൽ ചെയ്തെന്ന് വരും. ഒരു പത്രാധിപർക്ക് തോന്നിയത് നാളെ വേറൊരു പത്രാധിപർ വരുമ്പോൾ മാറ്റിച്ചെന്ന് വരും. ആ രീതിയിലുള്ള മാറ്റങ്ങളും അന്നന്ന് നടക്കുന്ന മത്സരങ്ങൾക്കും അന്നന്ന് നടക്കുന്ന തോന്നലുകൾക്കും അന്നന്ന് ഇത് കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾക്കുമൊക്കെ അനുസരിച്ച് ഇത് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് മലയാളത്തിലും കേരളത്തിലും ഇന്ത്യയിൽ മൊത്തത്തിലുമുള്ളത്. അപൂർവം പത്രങ്ങൾക്ക് 4-5 പത്രങ്ങൾക്ക് മാത്രമേ ഇന്ത്യയിൽ എത്തിക്കൽ കോഡ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള എത്തിക്കൽ കോഡ് തന്നെയുള്ളൂ. മറ്റു പ്രസിദ്ധീകരണങ്ങൾക്കൊന്നും അതില്ല. എത്തിക്കൽ കോഡ് ഇല്ല എന്ന് വെച്ചാൽ അവർക്ക് തീരെ എത്തിക്സ് ഇല്ല എന്ന് ഞാൻ പറയില്ല. എങ്കിൽ പോലും അത് എത്തിക്സ് അവ്യക്തമാണ്, ഒന്നും പെർമനന്റ് ആയ സ്വഭാവമുള്ളവരല്ല, അവയൊന്നും ജനങ്ങൾക്ക് അറിയുകയുമില്ല. അപ്പൊ ആ രീതിയിലുള്ള ഒരു എത്തിക്കൽ കോഡുകൾ ഉണ്ടാവാൻ പത്രങ്ങളെയും പ്രസിദ്ധീകരണ സ്ഥാപനങ്ങളെയും നിർബന്ധിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും നിയമനിർമ്മാണം ഉണ്ടാവുകയും ആ എത്തിക്കൽ കോഡ് സ്വയമായി അവർ നടപ്പിലാക്കിയാൽ മതി. ഇന്നത് നമ്മൾ ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് മുൻകൂട്ടി പറയിപ്പിക്കുക എന്നുള്ളതാണ് പൊതുജനങ്ങൾക്കും അല്ലെങ്കിൽ പൊതുജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ഥാപനങ്ങൾക്കും ഈ ഗവൺമെന്റുകൾക്കൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എനിക്ക് തോന്നുന്നു. ഇതിപ്പോ പത്രമാധ്യമങ്ങളെ സംബന്ധിച്ചുള്ള ഒരു പരിധിവരെ കേന്ദ്ര സർക്കാരിന് കൃത്യമായ നിയമത്തിന്റെ രീതിയിൽ നിന്നുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിയന്ത്രണം ഇവയ്ക്ക് മുകളിലുണ്ട് എന്ന് ചില സമയത്തെങ്കിലും നമുക്ക് പറയാൻ സാധിക്കും. ഒരു പരാതിപ്പെടാനുള്ള സാഹചര്യങ്ങൾ കുറച്ചുകൂടി സുതാര്യമാണ് എന്നുള്ള സാഹചര്യമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതേസമയം ദൃശ്യമാധ്യമങ്ങളെ സംബന്ധിച്ചുള്ള ഇപ്പോൾ എന്റർടൈൻമെന്റ് ഏരിയയിലാണെങ്കിലും വാർത്താ വിഭാഗത്തിലാണെങ്കിലും കൃത്യമായി പരാതിപ്പെടാനും കൃത്യമായ നടപടികൾ സ്വീകരിക്കാനുമുള്ള ഏതെങ്കിലും തലത്തിൽ നിയമ സംവിധാനങ്ങൾ നമുക്കുണ്ടോ? അങ്ങനെ ഒന്ന് അനിവാര്യമല്ലേ? പത്രങ്ങൾ ഇത് ചെയ്യുന്നില്ല എങ്കിൽ അവയെ അത്തരത്തിൽ പ്രേരിപ്പിച്ച് അതിലേക്ക് കൊണ്ടുവരാനുള്ള ബാധ്യത കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കില്ലേ എന്നാണ്. ലോകവ്യാപകമായിട്ട് ഇതിനെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ട്. എന്തെങ്കിലും രീതിയിലുള്ള ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുന്നത് പത്രസ്വാതന്ത്ര്യത്തിന് അനുകൂലമാവില്ല എന്നതാണ് പൊതുവായ നിലപാട്. ഒരു ഗവൺമെന്റോ എന്തെങ്കിലും നിയമം ഉണ്ടാക്കി ആ നിയമത്തിനനുസരിച്ചിട്ട് പത്രങ്ങളെ നിരന്തരമായി ഇങ്ങനെ മുകളിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു ബിഗ് ബ്രദറിനെ പോലെ സർക്കാർ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയും എപ്പോഴും നടപടിയെടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം പത്രസ്ഥാപനങ്ങൾ അല്ലെങ്കിൽ പൊതുവെ മാധ്യമ സ്ഥാപനങ്ങൾക്ക് മേലെ ഉണ്ടാവുന്നത് അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യത്തിനും പൊതുവെ മാധ്യമങ്ങളുടെ അവരുടെ ഫോർത്ത് സ്റ്റേറ്റ് ധർമ്മ നിർവഹണത്തിനും ഗുണകരമാവില്ല എന്നൊരു അഭിപ്രായമാണ് പൊതുവെ ലോകവ്യാപകമായിട്ടുള്ള ജനാധിപത്യ രാജ്യങ്ങൾ പൊതുവെ സമീപനം അതാണ്. നമ്മുടെ നാട്ടിൽ ആണെങ്കിൽ പത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ എന്നൊരു സംവിധാനമുണ്ട്. ഈ സംവിധാനം ഉണ്ടായിട്ട് വളരെ വർഷങ്ങളായി അടിയന്തരാവസ്ഥ മുമ്പുണ്ടായിരുന്നു. 60കളിൽ വന്നിട്ട് പിന്നെ അടിയന്തരാവസ്ഥകൾ ഇല്ലാതായി. പിന്നെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം 78-ൽ അത് പുനഃസ്ഥാപിക്കപ്പെട്ടു. ഇന്നും അത് ഉണ്ട്. പക്ഷെ ഇതൊരു ഫലപ്രദമായ സംവിധാനമാണ് എന്നൊരു അഭിപ്രായം ഇതിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾക്ക് പോലും ഉണ്ടായിരുന്നില്ല, ഇപ്പോഴുമില്ല. ഇത് ഒരു സാധാരണ പറയുന്ന പോലെ ഒരു പല്ലില്ലാത്ത ഒരു പുലിയാണ്. ഇതിനെ കൊണ്ട് യാതൊരു വിധത്തിലുള്ള ശിക്ഷാ നടപടികളും ഒരു തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് എതിരായി ചെയ്യാൻ പറ്റില്ല. കൗൺസിൽ ഓഫ് ഇന്ത്യ അതിൻ്റെതായ ഒരു എത്തിക്കൽ ഗൈഡ് ലൈൻസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് അവരുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അത് പല പുസ്തകങ്ങളിലും എടുത്തു ചേർത്തിട്ടൊക്കെയുണ്ട്. പക്ഷേ മാധ്യമ സ്ഥാപനങ്ങൾ, എന്റെ അറിവിൽ പെട്ടതോളം മാധ്യമ സ്ഥാപനങ്ങൾ പുതുതായിട്ട് ജോലിയിൽ വരുന്ന ആളുകളെയോ അല്ലെങ്കിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെയോ പത്രാധിപന്മാരെയോ ഇത്തരം ഒരു എത്തിക്കൽ കോഡിനെ സംബന്ധിച്ചിട്ട് ഒരു അറിവ് നൽകുകയും അത് നമ്മൾ പാലിക്കണമെന്ന് ഒരു വല്ലപ്പോഴുമെങ്കിലും പറയുകയോ ചെയ്യുന്ന ഒരു നിലപാട് പത്രങ്ങളില്ല. അപ്പം പത്രങ്ങൾക്ക് ജനങ്ങൾക്ക് പരാതി കൊടുക്കാൻ സംവിധാനമുണ്ടോ എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് പരാതി കൊടുക്കാൻ സംവിധാനമുണ്ട്. പത്രങ്ങൾക്ക് പരാതി കൊടുക്കാം. പത്രസ്വാതന്ത്ര്യ ലംഘനങ്ങൾ ആരെങ്കിലും ഗവൺമെന്റിന്റെ ഭാഗത്തോ മറ്റോ പാർട്ടികളുടെ ഭാഗത്തോ ഉണ്ടാകുമ്പോൾ അതിനെതിരെ പത്രങ്ങൾക്ക് വേണമെങ്കിൽ പരാതി കൊടുക്കാം. ഗവൺമെന്റിനെ ശാസിക്കാനൊക്കെ പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് അധികാരമുണ്ട്. ഇതൊക്കെ ശരിയാണെങ്കിൽ പോലും പത്രങ്ങളെ എന്തെങ്കിലും രീതിയിൽ ശിക്ഷിക്കാനുള്ള അധികാരം ആ സ്ഥാപനത്തിനില്ല. തെറ്റും ശരിയും ചൂണ്ടിക്കാണിക്കാൻ അവർക്ക് പറ്റും. പത്രങ്ങൾ പൊതുവെ ശരികൾ ചെയ്യുന്നുവെന്നും ആ ശരികളിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണകളോ എന്തെങ്കിലും അവ്യക്തതകളോ ഉള്ളപ്പോൾ ഈ സ്ഥാപനം അവരെ ഗുണദോഷം പറഞ്ഞ് അവരെ ശരിയായ വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സ്ഥാപനം മാത്രമായിട്ടാണ് ഇതിനെ കാണുന്നത്. പത്രങ്ങൾ ചെയ്ത തെറ്റുകൾ വിളിച്ചു പറഞ്ഞാൽ ആ സ്ഥാപനം പറഞ്ഞാൽ ആ തെറ്റ് പറ്റിയ സ്ഥാപനം പോലും പലപ്പോഴും ആ തെറ്റുകൾ ഞങ്ങൾക്ക് ഇന്ന കാര്യത്തിൽ തെറ്റ് പറ്റിയിട്ടുണ്ട്, ഞങ്ങളുടെ കേസിൽ ഇന്നൊരു വിധിയാണ്, ഞങ്ങൾക്കെതിരായിട്ടുള്ള ഒരു ഇന്ന രീതിയിലാണ് ഞങ്ങൾക്കെതിരായ കേസിൽ പിന്നെ വിധി പറഞ്ഞിരിക്കുന്നത് എന്ന് പത്രങ്ങൾ പോലും പറയുകയില്ല. അപ്പൊ ഫലത്തിൽ ഒരു സർക്കാർ സംവിധാനം, സർക്കാരിന്റെ വളരെയധികം ചെലവൊക്കെ ചെയ്ത് ഉണ്ടാക്കുന്ന സംവിധാനം കൊണ്ട് സംവിധാനത്തെ പത്രങ്ങൾ പോലും ശ്രദ്ധിക്കാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ടെലിവിഷൻ ചാനലുകളുടെ കാര്യം വരുമ്പോൾ ഇതുപോലും നിലവിലില്ല. ഇങ്ങനെ യാതൊരു പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അധികാര പരിധിയിൽ ചാനലുകൾ വരുന്നില്ല. ചാനലുകൾക്ക് അവരുടേതായ എന്തെങ്കിലും സംവിധാനം ഉണ്ടാവണമെന്ന് ചാനലുകൾ ശക്തപ്പെട്ട കാലം മുതലേ പറയുന്നുണ്ടായിരുന്നെങ്കിലും ഇതുവരെ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിട്ടില്ല.
അവർക്ക് അവരുടേതായ ഒരു സംവിധാനം അവരുണ്ടാക്കുമെന്നൊക്കെ പറയുകയും കുറച്ച് സ്ഥാപനങ്ങൾ ചേർന്ന് ഒരു കൗൺസിൽ രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ പല ചില ചാനലുകളുടെ പ്രോഗ്രാമുകൾ നടക്കുമ്പോൾ അവരുടെ ഈ ഇതിനകത്തെ കൂടി ഇങ്ങനെ ഒരു സ്ക്രോളിംഗ് ആയിട്ട് ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ വിലാസത്തിലേക്ക് അയക്കുക എന്ന് പറഞ്ഞിട്ട് ഇമെയിൽ ID ഒക്കെ കാണിക്കാറുണ്ടെങ്കിലും അത് ഒരു സ്വകാര്യമായ സംരംഭമാണ്. അത് ചില ചാനലുകൾ മാത്രം ചേർന്ന് അംഗങ്ങളായിട്ടുള്ള സംവിധാനമാണ്. അതിനകത്ത് ആരെങ്കിലും പരാതി നൽകിയവർക്ക് എന്തെങ്കിലും പ്രതികരണം കിട്ടാറുണ്ടോ എന്നൊന്നും നമുക്കറിഞ്ഞൂടാ. ഫലത്തിൽ അത് തീരെ പ്രയോജനമില്ലാത്ത ഒരു സംവിധാനം മാത്രമാണ്. എന്തെങ്കിലും രീതിയിൽ കുറെ കൂടി ഫലപ്രദമായിട്ടുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ നാട്ടിൽ ഉണ്ടാവേണ്ടതായിട്ടുണ്ട് എന്നുള്ള ചിന്തയും ഇന്ന് നമ്മുടെ നാട്ടിൽ മാത്രമല്ല പല രാജ്യങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ ഗ്രേറ്റ് ബ്രിട്ടനിൽ ഉണ്ടായിട്ടുള്ള പഴയ മൊർഡോക്കിന്റെ പത്രം ന്യൂസ് ഓഫ് ദ വേൾഡിൽ ഉണ്ടായിട്ടുള്ള വലിയ ലോകവ്യാപകമായി ശ്രദ്ധിക്കപ്പെട്ട ഏറ്റവും ഗുരുതരമായ ധാർമ്മിക ച്യുതിയെ സംബന്ധിച്ചിട്ടുള്ള വിവാദങ്ങൾക്ക് ശേഷം അവിടുത്തെ ഗവൺമെന്റ് രൂപീകരിച്ച ഒരു സമിതി, ലെവ്സൺ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കമ്മീഷൻ, ഈ ഗവൺമെന്റ് തന്നെ പൊതു സ്ഥാപനങ്ങളുടെയും പൊതു വ്യക്തികളുടെയും എല്ലാം തന്നെ പിൻബലത്തോടുകൂടി പുതിയ നിയന്ത്രണ സംവിധാനങ്ങൾ ഉണ്ടാക്കണമെന്നൊരു റിപ്പോർട്ടാണ് കമ്മീഷൻ നൽകിയതെങ്കിലും പൊതുജനങ്ങൾക്ക് ആ കമ്മീഷനോടിന്റെ റിപ്പോർട്ടിനോട് വലിയ തോതിലുള്ള യോജിപ്പാണ് ഉണ്ടായിരുന്നെങ്കിൽ പോലും നമ്മുടെ ഗവൺമെന്റുകൾ പോലെ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റുകളാണല്ലോ, രാഷ്ട്രീയ പാർട്ടികളാണല്ലോ, അവർക്കൊക്കെ മാധ്യമങ്ങളോട് കുറേയൊക്കെ മാധ്യമങ്ങളോട് തൊട്ടും തലോടിയും ഒക്കെ പോകുന്ന ആളുകളായതുകൊണ്ട് അവരൊന്നും തന്നെ അത്തരം ഒരു കർശനമായ നിയമവ്യവസ്ഥ ഉണ്ടാക്കാൻ ഇപ്പോഴും കൂട്ടാക്കിയിട്ടില്ല. ഭരണകൂടങ്ങൾ മാറി വന്നിട്ടും അവിടെ ഇപ്പോഴും പഴയ അവസ്ഥ തന്നെയാണ് തുടരുന്നത്. കുറച്ചുകൂടി ഫലപ്രദമായിട്ടുള്ള ഒരു കമ്മീഷൻ സംവിധാനം, പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ പോലുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള കുറച്ചുകൂടി ഫലപ്രദമായിട്ടുള്ള കമ്മീഷൻ സംവിധാനം അവിടെ ഉണ്ട്. അവിടുത്തെ മാധ്യമങ്ങളും കുറേയേറെ ശ്രദ്ധിക്കുന്ന ആളുകളാണ്, അവർക്ക് പൊതുജനങ്ങളും കുറേയേറെ ശ്രദ്ധിക്കുന്ന ആളുകളായതുകൊണ്ട് കാര്യം നമ്മളെക്കാൾ ഭേദപ്പെട്ടതാണെങ്കിൽ പോലും ഇപ്പോഴും അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനം, ഒരു നിയന്ത്രണ സംവിധാനം, എന്തെങ്കിലും ഒരു റെഗുലേഷൻ അവിടെയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ചുരുക്കത്തിൽ നമുക്ക് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കാണികൾക്കാണ്, വാർത്ത കാണുന്നവർക്കോ കേൾക്കുന്നവർക്കോ ആണ് ഉത്തരവാദിത്വം കൂടുതലും തോന്നുന്നു. കാരണം മാർക്കറ്റ് ഓൾറെഡി പിടിമുറുക്കി കഴിഞ്ഞിരിക്കുന്നു. കച്ചവട സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ കോർപ്പറേറ്റുകൾ ഏത് തരത്തിലാണ് മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നത് എന്നതൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലത്തുകൂടി കടന്നു പോകുന്നു. മറുഭാഗത്ത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അധികാരം, രാഷ്ട്രീയം വലിയൊരു പങ്ക് ഇതിൻ്റെ ഒരു ഭാഗത്തുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് വെക്കുമ്പോൾ വായനക്കാർക്ക്, കേൾവിക്കാർക്ക്, കാണുന്നവർക്കാണ് ഉത്തരവാദിത്വം കൂടുതൽ എന്ന് തന്നെയാണ് പറയേണ്ടി വരിക അല്ലെ? പൊതുസമൂഹത്തിന്റെ ജാഗ്രത. ഒരു സാധാരണ പറയുന്ന ഒരു വാക്കുണ്ട്, പീപ്പിൾ വിൽ ഗെറ്റ് ദ ഗവൺമെന്റ് ദേ ഡിസേർവ് എന്ന് പറയാറുണ്ട്. ജനങ്ങൾക്ക് അവർ അർഹിക്കുന്ന ഭരണകൂടമാണ് ലഭിക്കുക എന്ന് പറയാറുള്ളത്. ഇത് കുറേയേറെ മാധ്യമ പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം ബാധകമാണ്. ജനങ്ങൾക്ക് അവർ അർഹിക്കുന്ന മാധ്യമ സംവിധാനം തന്നെയാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് നല്ല വാർത്തകൾ കാണണമെന്നും അല്ലെങ്കിൽ നല്ല രീതിയിൽ പിന്നെ ഉള്ള ന്യൂസ് റിപ്പോർട്ടുകളും അല്ലെങ്കിൽ TV ചാനലുകളിലെ പ്രോഗ്രാമുകളും കാണണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു ജനസമൂഹമുള്ള ഉണ്ടെങ്കിൽ ആ ജനസമൂഹത്തിന് മുമ്പിൽ മോശമായ കാര്യങ്ങൾ അവതരിപ്പിക്കുക എങ്ങനെയാണ്? അത് ആളുകളുടെ അംഗീകാരം കിട്ടുമോ? അതിനാളുകൾ അവരുടെ ചാനൽ കാണേണ്ടെന്ന് തീരുമാനിക്കില്ലേ? അപ്പൊ അവർക്ക് വരുന്ന പരസ്യങ്ങൾക്ക് കൂടുതൽ റേറ്റിംഗ് കിട്ടാൻ വേണ്ടിയാണ് അവർ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. കൂടുതൽ പരസ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഒന്നും ഓരോ മാധ്യമപ്രവർത്തകനും ഇത്ര മോശമായി ചെയ്യണമെന്ന് സ്വയം തീരുമാനിച്ച് ചെയ്യുന്നില്ല. കൂടുതൽ ആളുകൾ കാണുക എന്താണ് എന്നാണ് അവരുടെ ഓരോ നിമിഷത്തെയും പരീക്ഷണം. ആ പരീക്ഷണം മുഴുവൻ ടൈം റേറ്റിംഗ് പോലുള്ള ഒരുപാട് ശരിയോ തെറ്റോ ആയുള്ള എന്തെല്ലാമോ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ കണ്ടെത്തുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ജനങ്ങൾ വീടുകളിലിരുന്ന് കാണുന്ന ചർച്ചയുടെ സ്വഭാവമായിരുന്നാലും ശരി, മറ്റു തരത്തിലുള്ള പ്രോഗ്രാമുകളുടെ സ്വഭാവമായിരുന്നാലും ശരി, നമ്മുടെ കുട്ടികൾ എന്തെല്ലാം കാണണമെന്നും കാണരുതെന്നും നമ്മൾ തീരുമാനിക്കുന്നു. അതനുസരിച്ചിട്ടുമൊക്കെയാണല്ലോ ഇതിന്റെയൊക്കെ പ്രോഗ്രാമുകളുടെ സ്വഭാവം രൂപപ്പെടുന്നത്. അപ്പൊ ജനങ്ങൾക്കിടയിൽ ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ക്യാമ്പയിൻ നടത്താനും പത്രത്തിന്റെ ഒരു മാധ്യമ സാക്ഷരത എന്ന് പറയുന്ന രീതിയിലുള്ള എന്തെങ്കിലും ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കാനും, നമ്മളിപ്പോ മദ്യവിരുദ്ധ സമരമൊക്കെ നടത്തുന്നില്ലേ? മദ്യവിരുദ്ധ സമരങ്ങളൊക്കെ പോലെ തന്നെ അല്ലെങ്കിൽ ചിലപ്പോൾ അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ടത് മാധ്യമങ്ങളെ സംബന്ധിച്ച് എന്ത് തരത്തിലുള്ള മാധ്യമങ്ങളാണ് ജനങ്ങൾക്ക് വേണ്ടത് എന്ന് ജനങ്ങൾ തന്നെ പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് പൊതുസമൂഹത്തിലുള്ള സംഘടനകളും പല സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്ന വ്യക്തികളും അഭിപ്രായ പ്രകടനം നടത്തുന്ന ആളുകളുമൊക്കെ പത്രങ്ങളെ പ്രീണിപ്പിക്കുന്നത്, അല്ലെങ്കിൽ മാധ്യമങ്ങളെ പ്രീണിപ്പിക്കുന്നതിനപ്പുറത്തേക്ക് മാധ്യമങ്ങളെ നേരായി നയിക്കാൻ, എല്ലാവരും പറയാം ലോകം മുഴുവൻ പറഞ്ഞിട്ടുള്ളത് മാധ്യമങ്ങളാണ് ജനങ്ങളെ നയിക്കുക എന്നുള്ളതല്ല, മറിച്ചൊരു കാലത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. മാധ്യമങ്ങളെ ജനങ്ങൾ ശരിയായ വഴിയിലേക്ക് നയിക്കുന്നതിനുള്ള പ്രേരണകൾ നൽകാനും അവരുടെ മേധാവി ശക്തിയായി മാറുന്നതിനും സാധാരണ ജനങ്ങൾക്ക് കഴിയുന്ന ഒരു അവസ്ഥ രൂപപ്പെടുത്തിയെടുക്കണം ഗവൺമെന്റുകൾക്കും
കോടതികൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്കും അതിന്റെ ഒരു പങ്ക് വഹിക്കാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ NP രാജേന്ദ്രൻ ഞങ്ങളോടൊപ്പം ചർച്ചയിൽ പങ്കെടുത്തതിന്. താങ്ക് യു സർ. വോയിസ് ഓഫ് കേരള ഈവനിംഗ് എഡിഷൻ ഒരു ഇടവേള കൂടി. ഈവനിംഗ് എഡിഷൻ തുടരുന്നു. ഞാൻ പ്രമീള ഗോവിന്ദ് നിങ്ങൾക്കൊപ്പം. സെൻസർഷിപ്പിന് വിധേയമാകാത്ത മാധ്യമ പ്രവർത്തനമാണ് ഇന്ത്യയിലുള്ളത് എന്ന് നിരീക്ഷകർ വ്യക്തമാക്കുന്നു. എന്നാൽ അതിനർത്ഥം എന്തുമാകാമെന്നല്ല. കുട്ടികൾ കേൾക്കരുത് എന്ന മുന്നറിയിപ്പോടുകൂടിയുള്ള വാർത്താ അവതരണം മലയാളിക്ക് ഇത് ആദ്യമായാണ്. രാഷ്ട്രീയ രംഗത്തെന്നതുപോലെ മാധ്യമരംഗത്തും ഈ ധാർമ്മികത സ്വയം ഉയർത്തിപ്പിടിക്കേണ്ടതാണ് എന്നർത്ഥം. അതേസമയം ഒരു ഉൽപ്പന്നത്തിന്റെ വിപണി സ്വീകാര്യതയിൽ വന്ന മാറ്റം മറ്റുൽപ്പന്നങ്ങളുടെ ഉള്ളടക്കത്തിലും മാറ്റം വരുത്തുമെന്ന യാഥാർത്ഥ്യം നമുക്ക് മുന്നിലുണ്ട്. ഇത് മാധ്യമങ്ങൾക്കും ബാധകമാണ്. വിപണിയിൽ വിജയിക്കുന്ന മാധ്യമത്തിന്റെ രീതികൾ മറ്റു മാധ്യമങ്ങളും കുറേയേറെ സ്വീകരിച്ചിരിക്കും. ന്യൂസ് കവറേജിനെ കാര്യമായി സ്വാധീനിക്കുന്ന ഒരു കാര്യമാണിത് എന്ന കാര്യത്തിൽ തർക്കമില്ല. നമുക്കൊപ്പം ചർച്ചയിൽ ഇനി ചേരുന്നത് അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ, മുൻ MP. നമസ്കാരം അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ. താങ്കൾക്ക് വോയിസ് ഓഫ് കേരള ഈവനിംഗ് എഡിഷനിലേക്ക് സ്വാഗതം. നമസ്കാരം. മാധ്യമധർമ്മത്തെക്കുറിച്ച്, മാധ്യമങ്ങൾക്ക് ഏത് രീതിയിലാണ് ഒരു കടിഞ്ഞാൺ അനിവാര്യമാകുന്നത് എന്നതിനെക്കുറിച്ച്, എന്തെല്ലാം തരത്തിലുള്ള ഇടപെടലുകൾ അനിവാര്യമാണ് എന്നതിനെക്കുറിച്ച് ചർച്ചകൾ ഉയർന്നു തുടങ്ങിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഒരു സ്വകാര്യ ചാനൽ പുറത്തുവിട്ട ഓഡിയോ സന്ദേശവുമായി ബന്ധപ്പെട്ടിപ്പോൾ ഉയരുന്ന ഈ വിഷയങ്ങൾക്ക് അതിനെ തുറന്നുള്ള ചർച്ചകളാണ് ഇതൊക്കെ. എങ്കിൽ കൂടി അന്താരാഷ്ട്ര തലത്തിൽ പോലും മാധ്യമങ്ങളുടെ നിയന്ത്രണം ഏത് തരത്തിലാകണമെന്ന ചർച്ചകൾ ഉയരുമ്പോഴാണ് ഇത്. എങ്ങനെയാണ് മാധ്യമങ്ങൾക്ക് വിശ്വാസ്യത വീണ്ടെടുക്കാനാവുക? പ്രത്യേകിച്ച് ഇന്ത്യയിൽ കേരളീയ സാഹചര്യങ്ങളിൽ എങ്ങനെ സാധ്യമാകും? മാധ്യമങ്ങളുടെ വിശ്വാസ്യത എന്നത് അവർ തന്നെ സ്വയം സൃഷ്ടിക്കുകയും നിലനിർത്തിക്കൊണ്ടു പോവുകയും ചെയ്യേണ്ട ഒന്നാണ്. മാധ്യമങ്ങളെ മറ്റാരെങ്കിലും നിയന്ത്രിച്ച്, അത് ഭരണകൂടമായാലും സമൂഹമായാലും ആരായാലും പുറമേ നിന്ന് നിയന്ത്രിച്ച് നന്നായി നടത്തിക്കൊണ്ടു പോകാം. അതൊരു മിഥ്യാധാരണയാണ്. അത്തരത്തിലുള്ള നിയന്ത്രണങ്ങളെ ഒരു രീതിയിലും അനുകൂലിക്കുന്ന ആളല്ല ഞാൻ. ലോകമെങ്ങും സ്വതന്ത്ര ലോകം, നിയന്ത്രണമില്ലാത്ത മാധ്യമ പ്രവർത്തനമാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ നിയന്ത്രണം എന്നത് ഓരോ മാധ്യമവും സ്വയം ഏർപ്പെടുത്തേണ്ട ഒന്നാണ്. അതാണ് ഈ സെൽഫ് റെഗുലേഷൻ എന്നൊക്കെ പറയുന്നത്. അതിന്റെ അഭാവത്തിലാണ് വിശ്വാസ്യത നഷ്ടപ്പെടുന്ന പ്രവർത്തനത്തിൽ മാധ്യമങ്ങൾക്ക് ഏർപ്പെടേണ്ടി വരുന്നത്. വിശ്വാസ്യത എന്നത് പരമപ്രധാനമായ ഒരു കാര്യമാണ്. വിശ്വാസ്യതയില്ലെങ്കിൽ ഒരു മാധ്യമത്തിനും നിലനിൽക്കാൻ കഴിയില്ല. ഇപ്പൊ ലണ്ടനിൽ റൂപ്പർട്ട് മർഡോക്കിന്റെ ന്യൂസ് ഓഫ് ദ വേൾഡ് എന്ന പ്രസിദ്ധമായ സൺഡേ ടാബ്ലോയിഡ്, അതിന്റെ പ്രസിദ്ധീകരണം അവസാനിപ്പിക്കേണ്ടി വന്നത് പ്രൈവസിയെ സംബന്ധിക്കുന്ന ചില തത്വങ്ങൾ ലംഘിച്ചു, മീഡിയ എത്തിക്സ് ലംഘിച്ചു. അതിന്റെ പേരിൽ പോലീസ് അന്വേഷണം ഉണ്ടായി, കേസുണ്ടായി, ശിക്ഷയുണ്ടായി. അത് നടത്തിക്കൊണ്ടു പോകാൻ കഴിയാത്ത അവസ്ഥയുണ്ടായി. ആ സംഭവത്തെക്കുറിച്ച് ബ്രിട്ടീഷ് പാർലമെന്ററി കമ്മിറ്റി ഒരു അന്വേഷണം നടത്തിയപ്പോൾ മർഡോക്കിന്റെ പുത്രൻ ജെയിംസ് മർഡോക്ക് ഹാജരായി പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ പത്രം വീണ്ടും എപ്രകാരം തുടങ്ങാം എന്നതിലല്ല ഞങ്ങൾക്ക് ഉത്കണ്ഠയുള്ളത്, പക്ഷേ നഷ്ടപ്പെട്ട വിശ്വാസ്യത എപ്രകാരം വീണ്ടെടുക്കാൻ കഴിയും, അതാണ് ഞങ്ങളെ ആകുലപ്പെടുത്തുന്ന കാര്യം എന്ന് ജെയിംസ് മർഡോക്ക് പറഞ്ഞത് എല്ലാവർക്കും ബാധകമായ സത്യമാണ്. വിശ്വാസ്യത നഷ്ടപ്പെട്ടാൽ അത് വീണ്ടെടുക്കുക അത്ര എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യമല്ല. ഇവിടെ മാധ്യമധർമ്മം എന്നൊക്കെ എപ്പോഴും പറയാറില്ലേ, അത് അക്കമിട്ട് പറയാതെ തന്നെ പൊതുസമൂഹത്തിന് അറിയാം എന്താണ് മാധ്യമധർമ്മം, എന്താണ് മീഡിയ എത്തിക്സ്. നൈതികമായ വീഴ്ചകൾ സംഭവിക്കുമ്പോൾ സമൂഹം ചിലപ്പോൾ പെട്ടെന്ന് ക്ഷമിച്ചില്ല എന്ന് വരും. ആ അക്ഷമയിൽ നിന്നാണ്, അല്ലെങ്കിൽ ക്ഷമാരാഹിത്യത്തിൽ നിന്നാണ് വിശ്വാസ്യത നഷ്ടപ്പെടുന്നത്. വിശ്വാസ്യത നഷ്ടപ്പെട്ടാൽ എത്ര കരുത്ത് ഉള്ള മാധ്യമമാണെങ്കിലും ആ മാധ്യമ സ്ഥാപനത്തിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകും. ഇതിപ്പോ സ്റ്റിംഗ് ഓപ്പറേഷനുകളുടെ കാലം, ഒളിക്യാമറകൾ ആണ് താരങ്ങൾ എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഹണി ട്രാപ്പിലേക്ക് വരെ എത്തി നിൽക്കുന്നു. എങ്ങനെയാണ് ടെക്നോളജി വികസിക്കും തോറും മാധ്യമങ്ങളുടെ, ദൃശ്യമാധ്യമങ്ങളുടെ വരവോടുകൂടിയാണ് ഈ മൂല്യച്യുതി ആരംഭിച്ചത് എന്ന വിമർശനവും ഒരു ഭാഗത്ത് ശക്തമാകുന്നുണ്ട്. എങ്ങനെയാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുക? ടെക്നോളജി പുതിയ പുതിയ സൗകര്യങ്ങളും സങ്കേതങ്ങളും ഒക്കെ മനുഷ്യന് വേണ്ടി ഒരുക്കുന്നുണ്ട്. അവയിൽ പലതും ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ ജോർജ് ഓർവെലിന്റെ പ്രസിദ്ധമായ നോവലാണ് 1984. 1984 ആയപ്പോഴേക്കും ഓർവെൽ 1948 പ്രവചിച്ച കാര്യങ്ങളൊക്കെ ഏതാണ്ടൊക്കെ സാധ്യമായി. അതാണ് ഈ ഒളിക്യാമറ, പെൻ ക്യാമറ, ബട്ടൺ ക്യാമറ, പലതരത്തിലുള്ള സൗകര്യങ്ങൾ, സാറ്റലൈറ്റുകൾ വരെ മനുഷ്യന്റെ സ്വകാര്യതയിലേക്ക് കടന്നു വരുന്ന ഒരു അവസ്ഥയുണ്ട്. ഇതെല്ലാം നന്നായി പ്രയോജനപ്പെടുത്താം. പക്ഷെ അതിനു പകരം ചില മാധ്യമങ്ങൾ അവരുടെ ഒരു പാപ്പറാസി സംസ്കാരമുണ്ട്, അല്ലെങ്കിൽ ടാബ്ലോയിഡ് സംസ്കാരമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് എന്തുമാകാം എന്ന് കരുതുമ്പോൾ അവിടെയാണ് അപകടമുണ്ടാകുന്നത്. ഏത് സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തുമ്പോഴും അതിന് തത്വങ്ങൾ ഉണ്ടാവണം. തത്വാധിഷ്ഠിതമല്ലാത്ത പ്രവർത്തനം എപ്പോഴും അപകടത്തിന് കാരണമാകും. അതുകൊണ്ട്
മാധ്യമങ്ങൾക്ക് എന്തുമാകാം എന്ന ഒരു ഹുങ്കും ധിക്കാരവും അവർ കാണിച്ചാൽ ചിലപ്പോഴൊക്കെ ഇപ്പോൾ കേരളത്തിൽ കണ്ടതുപോലെ സമൂഹം തിരിഞ്ഞ് മാധ്യമങ്ങളെ വിചാരണ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും. ഇവിടെ എന്തുമാകാം എന്നതിന് അപ്പുറത്തേക്ക് നമ്മൾ ഒന്നുകൂടി ചരിത്രം വെച്ചത് പരിശോധിച്ചാൽ ദൃശ്യമാധ്യമങ്ങൾ വന്നപ്പോൾ പണ്ടൊക്കെ പത്രങ്ങളുടെ മുൻ പേജുകളിൽ വന്നിരുന്ന ചില ചിത്രങ്ങൾ വിമർശനങ്ങൾക്ക് വിധേയമായിരുന്നു. ആന കുത്തിക്കൊല്ലുന്ന ചിത്രം, ക്രൂരമായ ഏതെങ്കിലും തരത്തിലുള്ള ക്രൂരത പുറത്തു വരുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ, അപകട മരണങ്ങൾ എല്ലാം മറയില്ലാതെ ബ്ലർ ചെയ്യാതെ ചിത്രീകരിക്കുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങളുണ്ടായിരുന്നു. പിന്നീട് ദൃശ്യമാധ്യമങ്ങൾ കടന്നു വന്നപ്പോൾ പത്മതീർത്ഥക്കുളത്തിൽ ഒരാളെ കൊല്ലുന്നത് ഉൾപ്പെടെയുള്ള മരിക്കുന്നത് ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ, വെള്ളത്തിൽ മുങ്ങിത്താഴുന്ന ഒരു മനുഷ്യന്റെ വിഷ്വലുകൾ പുറത്തു വന്ന അതും ചർച്ച ചെയ്യപ്പെട്ടു. ഇന്നിപ്പോ അവിടെ നിന്ന് സ്റ്റിംഗ് ഓപ്പറേഷനുകളും ഹണി ട്രാപ്പിലേക്കും ഒക്കെ എത്തി നിൽക്കുമ്പോൾ ഇത് അതിന്റെ ഒരു തുടർച്ചയായി തന്നെ വേണ്ടേ കാണാൻ? തുടക്കത്തിൽ തന്നെ നമുക്ക് പാളിപ്പോയിരുന്നു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? അല്ല, സംയമനം അത് പത്രത്തിലായാലും ടെലിവിഷനിലായാലും ആവശ്യമുണ്ട് എന്ന് എപ്പോഴും നമ്മൾ ഇവരെ ഓർമ്മപ്പെടുത്താറുണ്ട്. പക്ഷെ അത് വിട്ട് പ്രവർത്തിക്കുമ്പോഴും ചില കാര്യങ്ങളൊക്കെ ഒന്ന് മറച്ചു വെക്കണം എന്നൊരു ധാരണ അക്കാലത്തുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഒന്നും മറച്ചു വെക്കേണ്ടതില്ല. ഒരു ശബ്ദം ഒന്ന് ഒരു ദൃശ്യവും ബ്ലർ ചെയ്യേണ്ട കാര്യമില്ല. ഒരു വാക്കും ഒന്ന് മായ്ക്കേണ്ട കാര്യമില്ല. എന്തും കാണിക്കാം, എന്തും തുറന്നു കാണിക്കാം. ഇവിടെ ക്യാമറ തുറന്നു വെച്ചാൽ മതി, അല്ലെങ്കിൽ റെക്കോർഡിംഗ് നടത്തിയാൽ മതി, പിന്നെ എന്തും ആകാം. സ്റ്റിംഗ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല. വാസ്തവത്തിൽ സ്റ്റിംഗ് ഓപ്പറേഷൻ നിയമവിരുദ്ധമാണ്. നിയമവിരുദ്ധമായ പ്രവർത്തനമാണ് സ്റ്റിംഗ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോഴും നമ്മളെന്ന് പറയുമ്പോൾ കോടതി ഉൾപ്പെടെ പലപ്പോഴും അതിനെ ന്യായീകരിക്കുന്നത് അതൊരു പബ്ലിക് ഇൻട്രസ്റ്റ് സെർവ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഒരു പൊതു താല്പര്യം അതിനുണ്ടാകുമ്പോഴാണ്. അപ്പോഴാണ് ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്ന അവസ്ഥയുണ്ടാകുന്നത്. ആ പൊതു താല്പര്യം എന്നത് സ്വകാര്യ താല്പര്യമായി മാറുമ്പോൾ വലിയ തോതിലുള്ള അപകടങ്ങൾക്ക് കാരണമാകും. ഇതിപ്പോ പത്രമാധ്യമങ്ങളെ സംബന്ധിച്ചുള്ള ഒരു പരിധിവരെ പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യക്കൊക്കെ ഒരു പരിധിവരെ പത്രങ്ങൾക്ക് മേൽ എന്തെങ്കിലും തരത്തിലുള്ള പരാതികൾ ഉയർന്നു വരുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ നടത്താൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ദൃശ്യമാധ്യമങ്ങൾക്ക് ഇപ്പോഴും അക്കാര്യത്തിലൊരു വ്യക്തതയുണ്ട് എന്ന് പറയാൻ സാധിക്കുമോ? ഒരു ഏജൻസി ഉണ്ട് എങ്കിൽ പോലും, അതോറിറ്റി ഉണ്ട് എങ്കിൽ പോലും എവിടെയെങ്കിലും അത്തരത്തിലുള്ള ചില നിയന്ത്രണങ്ങളെങ്കിലും കുറഞ്ഞ പക്ഷം അനിവാര്യമല്ലേ? സ്വന്തമായി രൂപീകരിക്കുന്ന ചില സംഘടനകൾക്കുള്ളിൽ നിന്നുകൊണ്ട് അത് സാധ്യമാകുമോ? അല്ല, മാധ്യമങ്ങൾക്ക് പത്രങ്ങൾക്ക് പ്രസ് കൗൺസിൽ എന്ന പോലെ ഒരു നിയന്ത്രണ സംവിധാനം വേണം, ഒരു സെൽഫ് റെഗുലേറ്ററി മെക്കാനിസം വേണം എന്ന ആവശ്യം ഞാൻ തന്നെ ലോക്സഭാ അംഗമായിരുന്നപ്പോഴും പ്രസ് കൗൺസിൽ അംഗമായിരുന്നപ്പോഴും ഉന്നയിച്ചിട്ടുള്ളതാണ്. ഒരു പ്രസ് കൗൺസിലിനെ മീഡിയ കൗൺസിലാക്കി മാറ്റാൻ കഴിയുമോ എന്ന നിർദ്ദേശവും ഞാൻ പാർലമെന്റിൽ വെച്ചതാണ്. പക്ഷെ അതൊന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് ദൃശ്യമാധ്യമങ്ങളെ സംബന്ധിച്ച് ഒന്നുമില്ല. അവർ തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്ന നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ഒരു അതോറിറ്റി ഉണ്ട് അവിടെ. പക്ഷെ അതൊന്നും വലിയ വിശ്വാസ്യതയ്ക്ക് അത് പോരാ. സ്റ്റാറ്റ്യൂട്ടറിയായ ഒരു നിയന്ത്രണ സംവിധാനം ദൃശ്യമാധ്യമങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ അവരിപ്പോൾ കേൾക്കുന്ന പല പഴികളും ഒഴിവാകുമായിരുന്നു. അതില്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പോലീസും, ഇപ്പോൾ അതാണ് സംഭവിച്ചിരിക്കുന്നത്. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നു, പോലീസ് ചാനൽ ഓഫീസർ റെയ്ഡ് നടത്തുന്നു, രേഖകൾ പിടിച്ചെടുക്കുന്നു. ആ സാഹചര്യമൊക്കെ വലിയ അപകടത്തിന് കാരണമാകും. അതിപ്പോൾ നിയമമില്ലാത്ത അവസ്ഥയിൽ തെറ്റുകൾ സംഭവിക്കുമ്പോൾ പോലീസ് അമിതാധികാരം പ്രയോഗിക്കും. ആ സാഹചര്യം ഒഴിവാകണമെങ്കിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി റെഗുലേറ്ററി മെക്കാനിസം ദൃശ്യമാധ്യമങ്ങൾക്ക് അടിയന്തരമായി ഉണ്ടാക്കണം. ഏത് തരത്തിലാണ് പൊതുസമൂഹത്തിന് ലഭിക്കുന്ന വാർത്ത ആധികാരികമാണോ അല്ലയോ എന്ന വിഷയത്തിൽ ജാഗ്രത പുലർത്താനാവുക? സ്വയം മാധ്യമങ്ങൾ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തണം. ഏത് തരത്തിലാണ് ദൃശ്യമാധ്യമങ്ങൾക്ക് മുകളിൽ അല്ലെങ്കിൽ പൊതുവെ മാധ്യമങ്ങൾക്ക് മുകളിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഹാനിക്കാത്ത വിധത്തിൽ ഒരു ചെറിയ തോതിലുള്ള നിയന്ത്രണങ്ങൾ, പരാതിപ്പെടാനുള്ള സൗകര്യങ്ങളും ഒരുക്കുക എന്ന സാഹചര്യം ഒരു ഭാഗത്ത് വേണം. ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് പൊതുസമൂഹത്തിനെ സംബന്ധിച്ചോളം ചെറിയ തോതിലുള്ള ജാഗ്രത അനിവാര്യമല്ലേ? പ്രത്യേകിച്ച് ഇത്രയും അധികം വിഷ്വലുകളുടെ ഒരു പ്രളയം തന്നെ ഉള്ള ഒരു ലോകത്ത് കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ. നമ്മുടെ ഭരണഘടനാ സംവിധാനം അനുസരിച്ച് മുൻകൂർ നിയന്ത്രണം അനുവദനീയമല്ല. പ്രയർ റിസ്ട്രെയിന്റ് പാടില്ല. പ്രയർ റിസ്ട്രെയിന്റ് എന്ന് പറയുമ്പോൾ അത് സെൻസർഷിപ്പിന് സമാനമായ അവസ്ഥയുണ്ടാകും. നമുക്ക് അതിനോട് യോജിപ്പില്ല. പിന്നെയുള്ളത് ആഫ്റ്റർ പബ്ലിക്കേഷൻ, പോസ്റ്റ് പബ്ലിക്കേഷൻ, അതിനുശേഷമുള്ള പരാതികൾ സമൂഹത്തിൽ എപ്പോഴും ഉണ്ടാകും. എല്ലാ പരാതിയും ശരിയായി കൊള്ളണമെന്നില്ല. പക്ഷെ ആ പരാതികൾ കേൾക്കുന്നതിന്, അത് നിയമാനുസൃതം പരിശോധന നടത്തുന്നതിന്, അഭിപ്രായം പറയുന്നതിന് ഒക്കെ ഉള്ളൊരു സംവിധാനം. അതാണ് പ്രസ് കൗൺസിൽ പോലെ. എങ്കിലും പ്രസ് കൗൺസിലിൽ ആരെയും ശിക്ഷിക്കാനുള്ള അധികാരമൊന്നുമില്ല. ടൂത്ത്ലെസ് ടൈഗർ എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്. എന്നാലും അതുപോലെയെങ്കിലും ഒരു സംവിധാനം ദൃശ്യമാധ്യമങ്ങൾക്കും വേണം. ഇപ്പോൾ നിർഭാഗ്യവശാൽ അതില്ല. അതുകൊണ്ട് പൊതുസമൂഹത്തിന്റെ ജാഗ്രത ഉണ്ടാകും. പക്ഷെ പൊതുസമൂഹത്തിന്റെ ജാഗ്രത
ഉത്തരവാദിത്വമുള്ള ജാഗ്രതയായി മാറണം. അതില്ലെങ്കിൽ അതിലും വലിയ അപകടമാണ്. പൊതുജനങ്ങൾക്ക് ആർക്കും കയറി മാധ്യമ പ്രവർത്തകരെ ആക്രമിക്കാം, വിമർശിക്കാം എന്ന് വന്നാൽ അതും വലിയ അപകടത്തിന് കാരണമാകും. അതുകൊണ്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ക്രിറ്റിസിസം, റെസ്പോൺസിബിൾ ആയിട്ടുള്ള സമൂഹത്തിലെ ഇന്റർവെൻഷൻ, അതിനൊക്കെ സഹായകമാകുന്ന രീതിയിലുള്ള ചില കാര്യങ്ങളെ കുറിച്ച് അടിയന്തരമായി നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ എപ്പോഴും ഉന്നയിക്കുന്ന ഒരു ആവശ്യം എന്ന് ഒരിക്കൽ കൂടി ഉന്നയിച്ചുകൊള്ളട്ടെ. 2 പ്രസ് കമ്മീഷൻ ഇവിടെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അത് വളരെ വർഷങ്ങൾക്ക് മുമ്പാണ്, 1954-ലൊക്കെയാണ്. ഇനിയിപ്പോൾ വേണ്ടത് നമുക്ക് അതിന്റെ മാതൃകയിൽ ഒരു മീഡിയ കമ്മീഷൻ അടിയന്തരമായി ഉണ്ടാകണം. നമുക്ക് ഇന്ത്യൻ മാധ്യമങ്ങളുടെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് പഠിക്കുന്നതിന്, ശുപാർശകൾ സമർപ്പിക്കുന്നതിന് അധികാരമുള്ള ഒരു ഉന്നത സമിതി ഉടനെ ഗവൺമെന്റ് നിയമിക്കുന്നത് നന്നായിരിക്കും. ഒരുപക്ഷെ താങ്കൾ ഈ പറഞ്ഞു വരുന്നത് അനുസരിച്ച് മറ്റൊരു കാര്യം കൂടി ശ്രദ്ധേയമാണെന്ന് തോന്നുന്നു. മാധ്യമങ്ങളുടെ എണ്ണം വല്ലാതെ പെരുകുമ്പോൾ, മാധ്യമങ്ങൾ പുറത്തേക്ക് വിടുന്ന വിവരങ്ങളുടെ പെരുക്കം വല്ലാതെ ഉണ്ടാകുമ്പോഴും ഇതൊക്കെ സംബന്ധിച്ച് കൃത്യമായ ഒരു മാധ്യമ പഠനം ഒരു ഭാഗത്ത് നടക്കുന്നില്ല എന്നൊരു പോരായ്മ ഇന്നുണ്ടോ കേരളത്തിനെ അല്ലെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ച്? അല്ല, അതാ പറഞ്ഞൊരു മാധ്യമ പഠനം നടക്കുന്നില്ല, ഗവേഷണം നടക്കുന്നില്ല, മാധ്യമ വിമർശനം നടക്കുന്നില്ല. ഇപ്പോൾ സ്വീഡൻ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ പലയിടത്തും കൊണ്ട് പല രീതിയിൽ ഒരു ഓംബുഡ്സ്മാൻ ഉണ്ടാകും, ഒരു മീഡിയ ഓംബുഡ്സ്മാൻ. നമുക്ക് അതുമില്ല. അപ്പൊ എവിടെയാണ് നമുക്കൊരു ലെജിറ്റിമേറ്റ് ആയിട്ട് ഗ്രീവൻസ്, ഒരു പരാതിയുമായി പോകാൻ കഴിയുക? ഒരിടത്തുമില്ല. ഇത് പഠിക്കാനും അഭിപ്രായം പറയാനും ഇപ്പോൾ പല മാധ്യമങ്ങൾക്ക് സംഭവിക്കുന്നത് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നവർക്ക് അറിയില്ല. പറഞ്ഞു കൊടുത്താൽ പലരും തെറ്റുകൾ തിരുത്താൻ തയ്യാറാകും. അത് ആധികാരികമായി അവരെ പറഞ്ഞു കൊടുക്കുന്നതിന്, പഠിപ്പിക്കുന്നതിന് സംവിധാനം ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഒരു സ്വീകാര്യരായ വ്യക്തികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മീഡിയ കമ്മീഷൻ കേന്ദ്ര ഗവൺമെന്റ് ഉടൻ നിയമിക്കണം. കേന്ദ്ര ഗവൺമെന്റ് മീഡിയ കമ്മീഷൻ നിയമിക്കണമെന്ന് പറയുമ്പോൾ അവിടെയും ചില പ്രശ്നങ്ങൾ ഉണ്ടാകാറില്ല. കാരണം എല്ലാ കമ്മീഷനുകളും അല്ലെങ്കിൽ നിലവിലുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ ഏത് രീതിയിലാണ് രാഷ്ട്രീയത്തിന്റെയോ മാധ്യമങ്ങളുടെയോ പണത്തിന്റെയോ ഒക്കെ സ്വാധീനത്തിൽ വഴങ്ങിപ്പോകുന്നത് എന്നൊരു സാഹചര്യമുണ്ട്. അങ്ങനെയെങ്കിൽ ഈ പണം, അധികാരം, മാധ്യമങ്ങൾ ഇതെല്ലാം കൂടി ചേർന്നുള്ള മതം, ഇതെല്ലാം കൂടി ചേർന്നുള്ള ഒരു ഭരണത്തിൽ വടംവലിയിൽ പെട്ടുപോവുകയാണ് ഇന്ത്യൻ ജനാധിപത്യം എന്ന് തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടി വരില്ലേ? ശുഭകരമായ എന്ത് സന്ദേശമാണ് നമുക്ക് നൽകാൻ സാധിക്കുക? അല്ല, അങ്ങനെ ഒരു ആശങ്കയ്ക്ക് അർത്ഥമില്ല. കാരണം എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന് നമുക്കറിയില്ല. എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ ഒരു പഠന റിപ്പോർട്ട് ആവശ്യമുണ്ട്. ഈ പ്രസ് കൗൺസിൽ രൂപീകൃതമായത് തന്നെ 1ാം പ്രസ് കമ്മീഷന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിലായിരുന്നു. ഇപ്പോൾ ന്യൂസ് ഓഫ് ദ വേൾഡിന് ശേഷം ഇംഗ്ലണ്ടിൽ രൂപീകൃതമായ ലോർഡ് ലെവ്സൺ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നു. വളരെ ഗംഭീരമായ റിപ്പോർട്ടാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ നിയമത്തിൽ പോലും മാറ്റങ്ങൾ വരുത്തി. എന്നതുപോലെ നമുക്ക് ആധികാരികമായ ഒരു പഠനരേഖ വരട്ടെ. അതിനുള്ള ഒരു സൗകര്യമുണ്ടായാൽ അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പല നല്ല കാര്യങ്ങളും ആലോചിക്കാൻ കഴിയും. മാധ്യമങ്ങൾക്ക് വഴികാട്ടിയാകുന്ന ഒരു റിപ്പോർട്ട് നമ്മൾ കിട്ടിയെന്നും വരും. തീർച്ചയായും. വളരെയധികം നന്ദി ശ്രീ സെബാസ്റ്റ്യൻ പോൾ, ഞങ്ങളോടൊപ്പം ചർച്ചയിൽ പങ്കെടുത്തതിന്. നന്ദി സർ. താങ്ക് യു. മാധ്യമപ്രവർത്തനം ആരംഭിച്ച കാലം മുതൽക്കേയുള്ള എത്തിക്കൽ കോഡുകൾ മാധ്യമപ്രവർത്തകരുടെ പെരുമാറ്റം നിയന്ത്രിക്കാനുള്ളവയാണ്. എന്നാൽ വാണിജ്യപരമായ ശരിതെറ്റുകളെക്കുറിച്ച് മിക്ക കോഡുകളും കാര്യമായൊന്നും പറയുന്നില്ല എന്ന യാഥാർത്ഥ്യമുണ്ട്. വാർത്തയിൽ വിശ്വാസ്യത വളർത്തുക തന്നെയാണ് മികച്ച വാണിജ്യതന്ത്രം എന്ന തത്വം മനസ്സിലാക്കാൻ വികസിത രാജ്യങ്ങളിലുള്ള മാധ്യമ ഉടമകൾക്ക് കഴിയുന്നത് ആ നാടുകളിലെ ജനങ്ങളുടെ ബോധനിലവാരം ഉയർന്നതായതുകൊണ്ടുകൂടിയാണ്. എത്തിക്കൽ കോഡുകൾ മാധ്യമങ്ങൾ സ്വയം സൃഷ്ടിക്കണമെന്നാണ് പൊതുവെ പറയാറുള്ളത്. യഥാർത്ഥത്തിൽ കേൾവിക്കാർക്കും വായനക്കാർക്കും ഇതിനുള്ള അവകാശം നൽകണമെന്ന വശം കൂടിയുണ്ട്. ഇത് നടപ്പാക്കാൻ പ്രായോഗികമായ പ്രയാസങ്ങൾ ഏറെയുണ്ട് എന്ന യാഥാർത്ഥ്യവും നമുക്ക് മുന്നിലുണ്ട്. പക്ഷേ കാലചക്രം മുന്നോട്ടു പോകുന്തോറും ഇതിനൊരു പരിഹാരമുണ്ടാകാതിരിക്കാൻ തരമില്ലല്ലോ. ഈവനിംഗ് എഡിഷൻ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. വോയിസ് ഓഫ് കേരള 1152 AM. മലയാളത്തിന്റെ നേർശബ്ദം.